എല്ലാവരും വേഗം വേഗം കാര്യങ്ങൾ ചെയ്തു തുടങ്ങാം. അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്തു പോവാട്ടോ. ഓക്കെ, അപ്പൊ വേഗം വായിച്ചോ എല്ലാവരും. ഓരോരുത്തരും ഒന്ന് അൺമ്യൂട്ട് ചെയ്തരും. സാറേ എനിക്കൊന്ന് കാര്യങ്ങളൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ്. സ്ഥിരം ചോദിക്കുന്ന കാര്യങ്ങൾ വേഗം ആയിക്കോട്ടെ. വേഗം പറയാം. ആരാണ്? ഹരിദ്ര. വേഗം പറഞ്ഞോ. സെമി സർക്കിൾഡ് ആംഗിൾസ്, അർദ്ധവൃത്ത കോൺ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. 90 ആണെങ്കിൽ എവിടെ വരണം? ലെസ് ദാൻ 90 ആണെങ്കിൽ അയാൾ എവിടെയായിരിക്കും? ഓക്കെ, ഗ്രേറ്റർ ദാൻ 90 ആണെങ്കിൽ അയാൾ എവിടെയായിരിക്കും? ഓക്കെ, ഇതെല്ലാം വരണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. അതെന്താണ്? ഓക്കെ, വൺ സൈഡ് ഓഫ് ദി ട്രയാങ്കിൾ ഈസ് ഡയാമീറ്റർ ഓഫ് ദി സർക്കിൾ. വൃത്തത്തിന്റെ വ്യാസമായിരിക്കണം. മിടുക്കത്തി, സൂപ്പർ. അടുത്ത ആളാരാണ് സാറേ? ആയുഷ് പറഞ്ഞോടാ. ആയുഷ് ആലോചിച്ച് പറയാം, തെറ്റിക്കാതെ പറയണേ. ദേടാ സെൻട്രൽ ആംഗിൾ ഞാനൊരു 100 ഡിഗ്രി തരാണ്. 100 ഡിഗ്രി തന്നു. അങ്ങനെയാണെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും ആയുഷ്? എത്രയാണ്? 50 ഡിഗ്രി. ഓക്കെ, ഇപ്പുറത്തെ മറുചാപത്തിൽ അതായത് ഓപ്പോസിറ്റ് ഓൾട്ടർനേറ്റ് ആർക്കിൽ വരുന്നത് എത്ര ആയിക്കോടാ? ഓക്കെ, അപ്പോ 130 ആയിരിക്കും. ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടണം. മിടുക്കൻ, സൂപ്പർ, അടിപൊളി. അടുത്തുള്ള ആരാണ് സാറേ? അടുത്തൊരാളെ കൂടി തരാവോ? ഡിസ്ന കുട്ടി പറയാം. ഒരു സൈക്ലിക് കോഡിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? ചക്രീയ ചതുർഭുജം. സൈക്ലിക് കോഡിലാറ്റർ സർക്കിളിൽ നിന്നായിരിക്കും. സർക്കിളിൽ എന്ന് പറയുമ്പോൾ ഉള്ളിലാകാം, പുറത്താകാം, അങ്ങനത്തെ രീതിയല്ല. ഓൺ ദി സർക്കിൾ എന്ന് പറയാം. അത് തന്നെ, മിടുക്കത്തി, ഓൺ ദി സർക്കിൾ. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി, 180 ഡിഗ്രി കിട്ടണം. അങ്ങനെയാണെങ്കിലാണ് അത് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയുന്നത്. അടിപൊളി. ഒരെണ്ണം കൂടി പറയാൻ പറ്റുമോ? ഒരു കോഡ് വരയ്ക്കാണ്. ഒരു സെഗ്മെന്റ്സിൽ വരുന്ന ആംഗിൾസ് എല്ലാം എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. വെരി ഗുഡ്. ഓരോ സെഗ്മെന്റ്സിൽ വരുന്ന ആംഗിൾസ് എല്ലാനും തുല്യമായിരിക്കും. ഓൾട്ടർനേറ്റ് സെഗ്മെന്റ്സിൽ വരുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഓക്കെ, സൂപ്പർ. എനിക്ക് ഇതാണ് ഇഷ്ടം. കണ്ടോ എന്ത് രസമായിട്ടാണ്. അവള് 3 എണ്ണം ദേ പെടപെടപെടാന്ന് പറഞ്ഞു. ദേ അവൻ 2 എണ്ണം പറഞ്ഞു. ദേ ഇവളും ദേ 2 എണ്ണം അടിപൊളിയായിട്ട് പറഞ്ഞു. കുറെ എണ്ണങ്ങൾ ഉണ്ട്. ഇപ്പോഴും വിളിക്കുമ്പോ തന്നെ എന്താ പറയാ, മിണ്ടാതിരിക്കുക. തെറ്റാണെങ്കിലും കാര്യങ്ങൾ പറയാം. സൂപ്പർ, അടിപൊളി. ബാക്കി എല്ലാവരും ചെയ്യാൻ കണ്ടിട്ടാ. ഞാൻ എല്ലാവരും കുറ്റം പറഞ്ഞതല്ലാതെ ഇപ്പൊ ആലോചിക്കും ഞാൻ അങ്ങനെയുള്ള ആലോചിക്കും. ഓക്കെ, നിങ്ങൾ അങ്ങനെ തന്നെയാണ്. മിടുക്കന്മാരും മിടുക്കികളാണ്. ഓക്കെ, നമുക്ക് റെസ്പെക്റ്റ് ഉള്ള ആൾക്കാരുകളല്ലേ സാറേ? അതന്നെ, സ്നേഹവും റെസ്പെക്റ്റും ഉള്ള ആൾക്കാരുകളൊക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ മാറും. പഠിക്കാതെ മടിയൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ. ഇപ്പൊ ഇഷ്ടം. ഇപ്പൊ ഓക്കെയൊക്കെയാണ്. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്യണം കേട്ടോ. ഞാനത് ഇങ്ങനെ കളിയാക്കി പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പയ്യെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നിങ്ങളുടെ പുറകിലുള്ള ആൾക്കാരുകളും ചാപ്റ്ററുകൾ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോ അവരിപ്പോ എത്തിയേക്കുന്നത് AP-യുടെ സമാന്തര ശ്രേണിയുടെ ഒരു പകുതി ഭാഗമായിട്ടുണ്ട്. ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമില്ലേ? കണ്ടോ, പകുതി ഭാഗങ്ങളായിട്ടുണ്ട്. അവരും എത്തും. അവര് പയ്യെ എത്തുള്ളൂ. പക്ഷെ മക്കള് മുൻകൂട്ടി എത്തിക്കിടക്കുന്നുണ്ട്. എന്ത് ചെയ്യാ? ക്ലീൻ ആക്കാം. മാർക്കൊക്കെ ഇനി നന്നായിട്ട് മാറ്റം ഉണ്ടാവണം. പണ്ട് 10 കിട്ടിയിരുന്ന ആൾക്കാരുകൾ അല്ലെങ്കിൽ 20 കിട്ടിയിരുന്ന ആൾക്കാരുകൾ നേരിട്ട് നല്ല മാർക്കിലോട്ട് എത്തണമെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മാത്രം പോരാ, എല്ലാവരും പഠിക്കണം. ഞാനപ്പോ സ്ലൈഡുകളൊക്കെ കാണിക്കാം. നമുക്ക് പ്രോബ്ലങ്ങൾ എന്ത് ചെയ്യാം? വേഗം ചെയ്തു തുടങ്ങാം. എന്റെ മക്കളപ്പോ അടുത്ത ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോളൂ കേട്ടോ. എവിടെയും വരെ ചെയ്തത്? ഒരാളൊന്നും അൺമ്യൂട്ട് ചെയ്തത് സാറേ. ഓക്കെയാണ്. ആ എക്സസൈസിൽ ഒരെണ്ണം കണ്ട് ചെയ്യാനുള്ളൂ. ആരാണ്? എന്താ പറഞ്ഞത്? 5ാമത്തെ ക്വസ്റ്റ്യൻ. അതിന്റെ ഇടയിൽ ഒരു പ്രോബ്ലം വിട്ടിട്ടുണ്ട്. ഒറ്റൊരെണ്ണം വിട്ടിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അഭിനയ, അതിന്റെ ഇടയിൽ ഒരു ഒറ്റ പ്രോബ്ലം വിട്ടിട്ടുണ്ടാവണമല്ലോ. അഭിനയ ഉണ്ടെന്നാണ്. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഹോംവർക്ക് അധികം തരാൻ പറ്റൂല. അതാണ് പ്രശ്നം. എന്താണ് അഭിനയ? പറയൂ. അപ്പൊ ചെയ്യേണ്ടത് പറഞ്ഞാ പോലെ നിനക്ക്. നീ എന്തിനാ ഇങ്ങനെ പിടിക്കണത്?
തേർഡ് ചെയ്തു, ഫോർത്ത് ചെയ്തു, ഫസ്റ്റ് ചെയ്തു, ഫിഫ്ത്ത് ചെയ്തു, രണ്ടാമത്തെ ചെയ്യാനുണ്ടെന്ന്. ആഹാ, ഇതങ്ങോട്ട് മര്യാദക്ക് പറഞ്ഞാൽ പോരെ. സാറേ രണ്ടാമത്തെ ചെയ്യാനുണ്ട്, ബാക്കിയെല്ലാം ചെയ്തു. എനിക്ക് തലതിരിഞ്ഞ് പിടിച്ചില്ലെങ്കിൽ സമാധാനമില്ല സാറേ എന്നാണ് അല്ലേ? ആണോടാ? ഓക്കെ, നീ പോകില്ലേട്ടാ, എന്തായാലും വന്നു. നീ ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചിട്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നെ. എല്ലാവരും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്, നമുക്കതൊരു തിയറം പോലെ ഉപയോഗിക്കാനുള്ളതാണ്. ഓക്കെ, നമ്മളിപ്പോ പഠിച്ച തിയറങ്ങളില്ലേ അതുപോലെ ഉപയോഗിക്കാനും കൂടിയുള്ളതാണ്. നീ ഒന്ന് പറഞ്ഞു തന്നെ. പറഞ്ഞോ. സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാൻ ഓപ്ഷൻ കൊടുത്തേ. മ്യൂട്ട് ചെയ്ത് കളയല്ലേ? അല്ല സാറല്ല, അവളോട് പറഞ്ഞാണ് മ്യൂട്ട് ചെയ്ത് കളയല്ലേ കേട്ടോ. പറഞ്ഞോ അഭിനയ. ഓക്കെ, ഒരു സൈക്ലിക് കോഡിലാറ്ററൽ ഉണ്ട്, ചക്രീയ ചതുർഭുജം ഉണ്ട്. അപ്പൊ ഞാൻ എങ്ങനെ വരയ്ക്കണം അഭിനയം ഒന്ന് പറഞ്ഞേ. ഞാൻ ഒരു വൃത്തം വരച്ചു, കോഡിലാറ്ററൽ എങ്ങനെ വരയ്ക്കണം അഭിനയ? ഓക്കെ, വെരി ഗുഡ്. 4 വെർട്ടെക്സും സർക്കിളിൽ മുട്ടിയായിരിക്കണം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പോലെ വരയ്ക്കാം. ഞാനിപ്പോ അത് വരച്ചു. ഇനി അടുത്തത് പറഞ്ഞോ. അങ്ങനെയല്ല, ഏതെങ്കിലും വെർട്ടെക്സിലെ ഇന്നർ ആംഗിളോ ഔട്ടർ ആംഗിളോ എടുക്കുകയാണെങ്കിൽ, ഞാനിപ്പോ ഈ വെർട്ടെക്സിൽ ഇന്നർ ആംഗിൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് വെർട്ടെക്സിലുള്ള ഔട്ടർ ആംഗിളിന് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, സൈക്ലിക് കോഡിലാറ്ററൽ എടുക്കാം. ഞാൻ ഇവിടെ എടുത്താൽ ഇപ്പുറത്തതാണ് പ്രൂവ് ചെയ്യാനുള്ളത്, പുറത്തുള്ളതാണ് ട്ടാ, പുറത്തുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഞാൻ ഇവിടെ ഇന്നർ ആംഗിൾ ഉൾക്കോൺ എടുത്താൽ അല്ലെങ്കിൽ ആന്തരകോൺ എടുത്താൽ അകക്കോൺ, അകക്കോൺ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ പുറത്തുള്ള ഔട്ടർ ആംഗിൾ ഓക്കെ ആണോ? പുറംകോണാണ് തെളിയിക്കാനുള്ളത്. ഡീലാണോ? എല്ലാരും കൂടിയും തെളിയിക്കണ്ട. എങ്ങനെ തെളിയിക്കും? ഒരെണ്ണം തെളിയിച്ചു വെക്കാം. ഞാൻ പേര് കൊടുക്കണേ, എ ബി സി ഡി. ഇയാൾക്ക് ഇ എന്ന് പേര് കൊടുത്തു. അഭിനയ ഒരെണ്ണം കൂടി പറഞ്ഞിട്ട് നീ പോക്കോ. ഓക്കെ, ഒരു സാധനവും തന്നിട്ടില്ല. അപ്പോ ഈ കോണിനെ എനിക്ക് എന്തായിട്ട് എടുക്കാം? എക്സ്. അത്രേ ഉള്ളു പരിപാടി. ഈ കോണിനെ എക്സ് ആയിട്ട് എടുക്കാം. വെരി ഗുഡ്, സൂപ്പർ. അടുത്തൊരാളെ തന്നെ സാറേ. എല്ലാം നിങ്ങളോട് ചോദിച്ചിട്ട് ഞാൻ ഇനി ചെയ്യുള്ളൂ, നിങ്ങൾ വലിയ പുള്ളികളായി. അടുത്ത ആരാണ് സാറേ? ആദിത്യ. ആലോചിച്ചു പറയണോട്ടോ ആദിത്യ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരാൻ ചാൻസ് ഉണ്ടടാ? ഇവിടെ ആലോചിക്കണോട്ടാ, ആലോചിക്കണേ. തെറ്റിക്കോട്ടെ. എത്രയാണ്? എക്സ് തന്നെയാണോ? നീ ഒന്ന് ആലോചിച്ച് നോക്കടാ. ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. കോമൺ സെൻസ് ഉപയോഗിക്കുക. ഇവിടെ ഒരു 60 ആണെന്ന് വിചാരിക്ക്, ഇവിടെ 60 തന്നെ വരുമോ? സൈക്ലിക് അല്ലേ, ചക്രീയമല്ലേ, കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണോടാ? എടാ ആലോചിക്കടാ, മണ്ടത്തരം പറയരുതട്ടാ. ഇങ്ങനെ കൂട്ടിയാൽ എത്ര ഡിഗ്രി കിട്ടണം സൈക്ലിക് ആണെങ്കിൽ? എത്ര കിട്ടണം? 180, 180 അല്ലേ? ആണല്ലോ. ഓക്കെ, അമ്മ പറഞ്ഞു കൊടുക്കല്ലേട്ടാ, അവന്റെ ബുദ്ധി വരട്ടെ. അമ്മ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നത്, അവന് പരീക്ഷക്ക് ബുദ്ധിയില്ലാതെ ഇപ്പോ പറയല്ലേട്ടാ. നീ പറഞ്ഞോ. അപ്പൊ ഇത് കാണാൻ 180 മൈനസ് 60 ചെയ്യുമ്പോ 120 കിട്ടൂലേ? അപ്പൊ നീ കറക്റ്റ് ആയിട്ട് പറഞ്ഞോ. ഇത് എക്സ് ആണെങ്കിൽ ഇവിടത്തെ കാണാൻ 180 മൈനസ്. അത്രേ ഉള്ളു പരിപാടി. കാരണം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. ഡീലാണോ? ഡീലാണോ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് സൈക്ലിക്, ചക്രീയമാണെന്ന് തന്നിട്ടുണ്ട്. കുറെ പേര് ചാറ്റ് ചെയ്തിട്ടാ. ഓക്കെ, മിടുക്കൻ, സൂപ്പർ. അടുത്തൊരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. അങ്ങനെയാണെങ്കിൽ ലീനിയർ പെയർ എടുക്കണ്ട, രേഖീയ ജോഡി എടുക്കുകയാണെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഓക്കെ അല്ലേ? ഇത് എ ആണെങ്കിൽ ഇത് 180 മൈനസ് എ. ഓക്കെ, 180 മൈനസ് എ. ഇത് ബി ആണെങ്കിൽ ഇത് 180 മൈനസ് ബി. അടുത്ത ആരാണ് സാർ എനിക്ക് തരാമോ? അർച്ചന. ആലോചിച്ച് പറയണോട്ടോ അർച്ചന. ഓക്കെ, ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. ഇത് എ ആണെങ്കിൽ ഇത് 180 മൈനസ് എ. ഇത് ബി ആണെങ്കിൽ ഇത് 180 മൈനസ് ബി. ഒറ്റ ചോദ്യം എനിക്ക് നിന്നോട് ചോദിക്കാനുള്ളൂ. ഇങ്ങനെ ലീനിയർ പെയർ തന്നെ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? എക്സ് ആയിരിക്കും.
ഇത്രേ ഉള്ളു പരിപാടി. കണ്ടോ, 180 മൈനസ് എ ആണെങ്കിൽ ലീനിയർ പെയർ കൂട്ടുമ്പോ എന്ത് വരണം? 150 വരണം. അപ്പൊ ഇവിടെ എ ആയിരിക്കും. 180 മൈനസ് ബി ആണെങ്കിൽ കൂട്ടുമ്പോ 150 വരണം. ഇവിടെ ബി ആയിരിക്കും. മിടുക്കത്തി. സിമ്പിൾ ആയിട്ട് പ്രോബ്ലം കഴിഞ്ഞു. ലീനിയർ പെയർ, രേഖീയ ജോഡി തന്നെ, അല്ലെങ്കിൽ ഔട്ടർ ആംഗിളും ഇന്നർ ആംഗിളും, ഏത് സംഭവത്തിന്റെയും ഔട്ടറും ഇന്നറും കൂട്ടിക്കഴിഞ്ഞാൽ പെയർ ആയിട്ട് വരുന്നത് കേട്ടോ, ജോഡിയായിട്ട് വരുന്നത് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി തന്നെ കിട്ടണം. ഒരെണ്ണം എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്, ഇത് 180 ആണെങ്കിൽ മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? എക്സ്. കഴിഞ്ഞടാ, പ്രോബ്ലം കഴിഞ്ഞു. അവിടെ കിടക്കുന്ന എന്ത് ആംഗിളാണ്? ഇന്നർ ആംഗിളും ഇപ്പുറത്ത് കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡിൽ കിടക്കുന്ന എതിർമൂലയിൽ കിടക്കുന്ന ഔട്ടർ ആംഗിളും എന്താണ്? സെയിം ആണ്. എങ്ങനെയാണെങ്കിൽ പറഞ്ഞോ. എങ്ങനെയാണെങ്കിൽ ഒരാൾ അൺമ്യൂട്ട് ചെയ്തെന്ന് സാറേ. എങ്ങനെയാണെങ്കിൽ അതും കൂടി എനിക്ക് അറിയണം. എങ്ങനെയാണെങ്കിൽ ആരാണ് സാറേ? ആരാണ്? അൽസബഹാവ് ആണോ? അൽസബഹാവ് എന്തെങ്കിലും ആവട്ടെ, അൽസബഹ എന്തെങ്കിലൊക്കെ ആവട്ടെ. അഡ്മിറ്റ് ചെയ്താ? ഇല്ല. അടുത്ത ആളാ? ഇല്ല. അഡ്മിറ്റ് ചെയ്താൻ ചെയ്യടാ. എങ്ങനെയാണെങ്കിലാണ് ഇത് ശരിയാവാൻ പോണത്. ചോദ്യത്തിലുണ്ട് ആ സാധനം, ഈ ഫിഗറിലും കിടപ്പുണ്ട്. പോടാ, ആലോചിക്കുമെന്ന്. ആലോചിച്ച് പറയാനായിട്ട് നോക്കുക. അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്ത് സാറേ. ഞാൻ അടുത്ത ആളിലോട്ട് പോകണ്ട. ആരാണ്? മേരിഷിയ. പറയോ, എങ്ങനെയാണെങ്കിലാണ് ഇതൊക്കെ ഈക്വൽ ആവാൻ പോണത്? പറ. എന്താണ്? ഹെഡ്സെറ്റ് ഊരിയായിട്ട് സംസാരിക്കൂ. ചാറ്റ് വന്നു കഴിഞ്ഞു. ആടിപ്പൊളി. ഇത്ര ഉള്ളു സംഭവം. എന്താണെങ്കിലാണ്? പറഞ്ഞോ. എന്താണെങ്കിലാണ്? ലീനിയർ പെയർ ആണെങ്കിലല്ല. ഇത് രണ്ടും തുല്യമായിട്ട് വരാനുള്ള സാധ്യത. കാരണം എന്താണ്? അടുത്തൊരാളും കൂടി ഒന്ന് റേസ് ഹാൻഡ് ഇട്ടിരിക്കുന്ന ആരെങ്കിലും എന്തരോ? ആരാണ്? വാസുദേവ് ഒന്ന് പറഞ്ഞോ, വേഗം പറഞ്ഞോ. എന്താണെങ്കിലാണ്? സൈക്ലിക്, ചക്രീയമാണെങ്കിൽ. ചോദ്യം എത്രയേ ഉള്ളൂ, മിടുക്കണ്ട. ഒരു സൈക്ലിക് കോഡിലാറ്ററൽ തന്നിരിക്കുന്നു. അതിന്റെ ഏതെങ്കിലും വെർട്ടെക്സിലെ ഏതെങ്കിലും സൈഡിലെ ഇന്നർ ആംഗിൾ ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ എതിർമൂലയിലെ ഔട്ടർ ആംഗിളിന് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാൻ. അതെന്താവണം? സൈക്ലിക് ആണെങ്കിൽ ഈ പരിപാടി നടക്കുള്ളൂ. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു. ഇനി നമ്മളത് നീറ്റായിട്ട് എഴുതി വെക്കാൻ പോകുന്നു. ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോ ഇത് മാത്രം തരും. അപ്പൊ എന്ത് ചെയ്യാം? ഒറ്റടിക്ക് ഇത് എടുത്തെഴുതാൻ പറ്റും. ഓക്കെ, ഇത് മാത്രം തന്നാലും ഇങ്ങനെയൊക്കെ എഴുതാനുള്ള ഐഡിയകൾ ഉണ്ടാകും. മോർ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആലോചിച്ച് വെച്ചാൽ മതി. ഇതും കൂടി ഒരു തിയറോയിട്ട് മനസ്സിലുണ്ടാവണം. എന്റെ മക്കള് ഫിഗർ വരച്ചോ. അടയാളപ്പെടുത്തണ്ട കേട്ടോ. ഇതൊന്നും അടയാളപ്പെടുത്തണ്ട. നമുക്ക് ചെയ്യുമ്പോ അടയാളപ്പെടുത്താം. നിങ്ങളുടെ ഇഷ്ടോട്ടാ. എനിക്കിപ്പോ ഇങ്ങനെ എടുക്കാനാണ് തോന്നിയത്. നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ എടുക്കാൻ തോന്നിയാ ഇങ്ങോട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല. എടുക്കുമ്പോ ഒരു ആംഗിൾ എടുക്കുക. ഉള്ളിലുള്ളത് ഓപ്പോസിറ്റ് സൈഡിലായിരിക്കണം എടുക്കേണ്ടത്. അത്രേ ഉള്ളൂ സംഭവം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. തന്നെ എടുത്തെഴുതിക്കോ. സ്ഥിരം എഴുതാറുള്ള സംഭവം. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. അതെന്തായാലും വേണം. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. കൺസിഡർ സൈക്ലിക് കോഡിലാറ്ററൽ ABCD. ചക്രീയ ചതുർഭുജം ABCD പരിഗണിച്ചാൽ. കൺസിഡർ സൈക്ലിക് കോഡിലാറ്ററൽ ABCD. ചക്രീയ ചതുർഭുജം ABCD പരിഗണിച്ചാൽ. ABCD പരിഗണിച്ചാൽ എഴുതിക്കോ. If angle D is equal to x degree, angle D സമം x degree എന്നെടുത്താൽ, angle D സമം x degree എന്നെടുത്താൽ, D സമം x degree എന്നെടുത്താൽ എഴുതാം. ആംഗിൾ ABC is equal to എഴുതണ്ട ABC. ആംഗിൾ ABC is equal to 180 മൈനസ് എക്സ്. ബ്രാക്കറ്റിൽ എഴുതിക്കോ. എന്താണ്? സൈക്ലിക് കോഡിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. മനസ്സിലാവൂലേ ചക്രീയ ചതുർഭുജമാണെന്ന്?
വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180. എതിർക്കോണുകളുടെ തുക 150 ആണ്. എന്റെ മക്കൾ നോക്കിയേ, ഇവിടെ 40 തന്നാൽ ഇത് കാണാൻ 150 മൈനസ് 40 ചെയ്യും. അപ്പൊ ഇത് ഇവിടെ എക്സ് തന്നാൽ ഇവിടെ 150 മൈനസ് എക്സ് അടയാളപ്പെടുത്തിക്കോട്ടോ. 150 മൈനസ് എക്സ് സിമ്പിൾ ആയിട്ട് ചെയ്യാം. അടുത്തത് സിമ്പിൾ ആയിട്ട് ചെയ്യാം. എന്റെ മക്കൾ എഴുതിക്കോ, ആംഗിൾ ബി അല്ല സി ബി ഇ എഴുതാം, എക്സ് ഡിഗ്രി ബ്രാക്കറ്റിൽ എഴുതിക്കോ, ലീനിയർ പെയർ രേഖീയ ജോഡി. സൈഡിൽ വേണമെങ്കിൽ കാണിച്ചോ. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഒരെണ്ണം കൂടി കിടന്നോട്ടെ. ഇത് 180 മൈനസ് എ ആണെങ്കിൽ ഇത് എ. മനസ്സിലാവാനാണ് ട്ടോ. ഈക്വൽ ആയില്ലേ? ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ബി ഇ ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ ഡിയും ആംഗിൾ സി ബി ഇയും എക്സ് ഡിഗ്രി ആയി. അപ്പൊ തന്നെ ഏറ്റവും അവസാനം എന്റെ മക്കൾ എടുത്തെഴുതണം. എന്ത് ചെയ്യണം? പ്രൂവ് ചെയ്തത് എടുത്തെഴുതണം. പ്രൂവ് ദാറ്റ് കളഞ്ഞിട്ട് ബാക്കിയുള്ള എല്ലാനും കൂടി എടുത്തെഴുത്. പ്രൂവ് ദാറ്റ് കളഞ്ഞിട്ട് മലയാളം മീഡിയംകാർ തെളിയിക്കുക കളയുക. എന്തെഴുതണം? outer angle of the cyclic quadrilateral is equal to the inner angle of the opposite vertices എന്ന് എഴുതണം. outer angle of the അല്ലെങ്കിൽ inner cyclic quadrilateral outer angle of the outer angle is equal to the opposite vertices of the inner angle. ചക്രീയ ചതുർഭുജത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആന്തരകോൺ അല്ലെങ്കിൽ അകക്കോൺ എതിർമൂലയിലുള്ള പുറംകോണിന് തുല്യം. സെറ്റാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സിമ്പിൾ കാര്യമാണ്, സിമ്പിൾ പ്രോബ്ലം ആണ്. അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെ ഈ കാര്യങ്ങൾ എൻ്റെ മക്കൾ അറിഞ്ഞിരിക്കണം. നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഇങ്ങനെ എടുത്തോ എവിടെ വേണമെങ്കിലും ചെയ്യാം. ABCDക്ക് വരെ XYZ എന്ത് വേണമെങ്കിലും കൊടുക്കാം. കുഴപ്പമില്ലല്ലോ. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തെന്ന് സാറേ, ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്തോ. അഫ്രാസ്, ഐസോസെലസ് ട്രപ്പീസിയത്തിന്റെ സമപാർശ്വ ലംബകത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് പിന്നെ വര വരച്ച പിന്നെ അത് 90 ഡിഗ്രി അല്ലായിരിക്കും. പിന്നെ എന്ത് തേങ്ങക്കാണ് അതിന്റെ പെർപെൻഡിക്കുലർ എന്ന് വിളിക്കുന്നത്? ഐസോസെലസ് ട്രപ്പീസിയോടാ ഞാൻ ചോദിച്ചത്, ട്രയാങ്കിൾ അല്ല. അന്ന് ട്രിപ്പീസിയം പറ. ഒരുമാതിരി വേണ്ടാത്ത സ്വഭാവമൊക്കെ കാണിക്കല്ലോ കേട്ടാ, മനുഷ്യനെ ചിന്തിക്കാനായിട്ട് പറ. നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ. ബേസ്ഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ മതി. പാദകോണുകൾ ഈക്വൽ. അതെ, ദൈവത്തോർത്തതേ എന്റെ കുഞ്ഞുമക്കൾ പറയുമ്പോ ഇങ്ങനെ തന്നെ പറയണോട്ടോ. അത് ട്രപ്പീസിയത്തിനുള്ള സ്പെഷ്യാലിറ്റി ആണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ ആയിരിക്കണം. അതർ ടു സൈഡ്സ് ആർ നോൺ പാരലൽ. ബാക്കി രണ്ടെണ്ണം പാരലൽ അല്ല. ഓക്കെ, അപ്പൊ നോൺ പാരലൽ സൈഡ്സ് ഈക്വൽ ആയാൽ അത് എന്തായി? ഐസോസെലസ് ആയി, സമപാർശ്വമായി. ഇനി ബേസ്ഡ് ആംഗിൾസ് ആർ ഈക്വൽ. ഓക്കെ, ഇത് 100 ആണെങ്കിൽ ഇതും 100 ആയിരിക്കും. എന്നാൽ ഇവിടെ 80 വരും, ഇവിടെ 80 വരുന്നതിന്റെ കാരണം ഇങ്ങനെ കൂട്ടിയാൽ 180 കിട്ടണം. കോ ഇന്റീരിയർ ആംഗിൾ, ആന്തരസഹകോൺ. ഇത്രേ ഉള്ളൂ. അപ്പൊ നോക്കിയേ, രണ്ടെണ്ണം ഇങ്ങനെ പാരലൽ വന്നു, ഇങ്ങനെ രണ്ടെണ്ണം നോൺ പാരലൽ വന്നാൽ ഇത് ട്രപ്പീസിയം തന്നെയാണ്, ലംബകം തന്നെയാണ്. ഐഡിയ കിട്ടിയോ? സെറ്റാണോ? ഞാൻ പറഞ്ഞിട്ടത് ഒന്നിനും വേണ്ടിയിട്ടല്ല, അടുത്ത പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുണ്ടേ, നേരെ തിരിച്ചു പറയാനുള്ളതാണ് നമുക്ക്. ഓക്കെ, എന്റെ മക്കൾ നോട്ട് ചെയ്തോ. പേജ് നമ്പർ 60, ആറാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 60, ആറാമത്തെ ക്വസ്റ്റ്യൻ. പേജ് നമ്പർ 60, ആറാമത്തെ ക്വസ്റ്റ്യൻ. അതെ, ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. കിങ്സ് സാർ കിങ് ആയി ഇപ്പൊ. കണ്ടോ, ടെസ്റ്റ് ഒക്കെ എടുത്ത് അങ്ങോട്ട് കാച്ചാണ്. കണ്ടോ എന്ന് പറഞ്ഞ് ഇല്ലേ? അതെന്താണ് എല്ലാന്ന് തോന്നാനുള്ള കാര്യം?
എന്താണ്? കളഞ്ഞി. എന്താണെന്ന് നോക്കിയ നിങ്ങൾ ഇത് തെറ്റിച്ച് പറഞ്ഞിട്ട് എനിക്കിത് തിരിച്ചു പറയാനുള്ളതായിരുന്നു. ഇവളെ ആരാണ് സാർ എടുത്തു തന്നത്? അവളത് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണത്. ശരിയാണ്, നീ പറഞ്ഞത് കറക്റ്റ് ആണ്. അവള് പേടിച്ചു പോയി. എന്താണ് ഈ പറയണത്? ഞാൻ പറഞ്ഞത് പൊട്ടത്തെറ്റായിരുന്നു. മിടുക്കത്തി, സൂപ്പർ. ഇത് സൈക്ലിക് ആണെന്ന് കുറച്ചു പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാവാം. അവൾക്ക് തോന്നിയില്ല, അതാണ് പ്രശ്നമായി പോയത്. ഓക്കെ, ഞാൻ പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാവരും തെറ്റിച്ച് പറയാറുണ്ട്. ഓക്കെ, ഇത് കഴിഞ്ഞ കൊല്ലം വരെ തെറ്റിച്ച് പറഞ്ഞിരുന്നു, ഇപ്പൊ തെറ്റിച്ച് പറഞ്ഞില്ല. ദേ ശ്രദ്ധിച്ചോളൂ ട്ടോ. ഇത് സൈക്ലിക് അല്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇത് 2 സർക്കിളിലായിട്ടാണ് കിടക്കുന്നത്. ഓക്കെ ആണോ? നമ്മള് സൈക്ലിക് എന്ന് പറയുന്നത് ഒരു കോഡിലാറ്ററൽ ചതുർഭുജം ഒരു വൃത്തത്തിൽ വരുമ്പോഴാണ്. ഡീലാണോ? ഓക്കെ ആണോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ഓക്കെ അല്ലോ? എല്ലാവരും ഒന്ന് ഫിഗർ വരച്ചേ, PQ എന്നൊക്കെ അടയാളപ്പെടുത്തിയേ. ഇനി തന്നിരിക്കുന്ന കാര്യങ്ങള് ഞാനൊന്ന് പറയാം. AC-യും BD-യും പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. ഉണ്ടോ? തന്നിട്ടില്ലേ? ഓക്കെ, AC-യും BD-യും എന്താന്ന് തന്നിട്ടുണ്ട്? പാരലൽ ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അതുപോലെ AC-BD ആർ നോട്ട് പാരലൽ. ഇത് രണ്ടും പാരലൽ അല്ലാന്നും തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? അപ്പോ ഇത് രണ്ടും പാരലൽ ആണ്, ഇത് രണ്ടും പാരലൽ അല്ല എന്ന് തന്നിട്ടുണ്ട്. ഇനി പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങളും പറയാം. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തു സാർ. ആരാണ്? മുഹമ്മദ് സാലിഖ്. പറയടാ, എന്തൊക്കെ കാര്യങ്ങളാണ് തന്നേക്കുന്നതെന്ന് പറ. വേഗം ആയിക്കോട്ടെ. സ്റ്റക്കാണോ? അടുത്തൊരാളെ തന്നെ സാറേ. വേഗം 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 വേഗം. ആരാണ്? ആരാണ്? ജ്യോതിസേ ഒന്ന് പറഞ്ഞു തന്നെടാ. വേഗം പറഞ്ഞ എന്തൊക്കെയാണ് തന്നിരിക്കുന്നതെന്നൊന്ന് വേഗം വേഗം പറഞ്ഞേ. സ്പീഡായിട്ട് പറ. AB is equal to CD LA. line AC and BD പാരലൽ അല്ലാന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സമ്മതിച്ചു. പിന്നെ ABCD പോട തന്നിട്ടുണ്ടാ? ABCD സൈക്ലിക് കോറിലേറ്ററൽ ആണെന്ന് ഇടിക്കും ഞാൻ പിടിച്ചാൻ. തന്നിട്ടുണ്ടാടാ? പ്രൂവ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഒരു മലയാളം മീഡിയംകാരൊന്ന് റേസ് ചെയ്തേ, റേസ് ദാൻഡ് ചെയ്തേ. മലയാളം മീഡിയംകാരൊന്ന് റേസ് ദാൻഡ് ചെയ്തേ. ഓക്കെ, ഒരാളൊന്ന് പൊക്കി തന്നെ എനിക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫുൾ ആയിട്ട് വായിക്കാൻ പറ. ആര്യനന്ദ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫുൾ ആയിട്ടൊന്ന് വായിച്ച് ആ ക്വസ്റ്റ്യൻ ഒന്ന് ഫുൾ ആയിട്ട് വായിക്കും. ചിത്രത്തിൽ പറഞ്ഞു. PQ എന്ന ബിന്ദുക്കളിൽ ഖണ്ഡിക്കുന്നുണ്ട്. ഈ ബിന്ദുക്കളിലൂടെയുള്ള 2 വരകൾ വൃത്തങ്ങളുമായി ABCD എന്നീ ബിന്ദുക്കളിൽ കൂട്ടിമുട്ടുന്നു. ACBD എന്നീ വരകൾ സമാന്തരമല്ല. ഈ വരകൾക്ക് ഒരേ നീളമാണെങ്കിൽ ABBC ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഒരേ നീളമാണെങ്കിൽ എന്നല്ലേ പറഞ്ഞേക്കുന്നത്? AC-യും BD-യും ഒരേ നീളമാണെങ്കിൽ അതെന്താണെന്ന് തെളിയിക്കണം? സൈക്ലിക് ആണെന്ന് തെളിയിക്കണം. മിടുക്കത്തി. ഓക്കെ, സൂപ്പർ. എനിക്ക് ഈ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നിന്നോട് ഇത് വായിക്കാൻ പറഞ്ഞതിന്റെ കാര്യം. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനില് തന്നിട്ടുണ്ട് എയും ബിയും സിയും ഡിയും സർക്കിളിലെ പോയിന്റുകളാണ്. 2 സർക്കിളിലാണ് മീറ്റ് ചെയ്ത് കിടപ്പുണ്ട്, ടച്ച് ചെയ്ത് കിടപ്പുണ്ട്. ഇനി ചോദ്യം ഇതാണ് പറഞ്ഞിരിക്കുന്നത്, AC-യും BD-യും തുല്യമാണെങ്കിൽ, AC-യും BD-യും തുല്യമാണെങ്കിൽ ഇതൊരു സൈക്ലിക് കോഡിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണെന്ന് തെളിയിക്കുക. ഓക്കെ അല്ലേ? സൈക്ലിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആംഗിൾ എയും പ്ലസ് ആംഗിൾ ഡിയും കൂട്ടുമ്പോൾ 180 ഡിഗ്രി കിട്ടണം.
അല്ലെങ്കിൽ ബിയും സിയും കൂട്ടുമ്പോ എന്ത് കിട്ടണം? ബിയും സിയും കൂട്ടുമ്പോ എന്ത് കിട്ടണം? 180 ഡിഗ്രി കിട്ടണം. ഏതെങ്കിലും ഒരെണ്ണം കിട്ടണം. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. സ്ഥിരം പരിപാടികൾ കേട്ടോ. ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തന്നെ സാറേ, ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് തരാം, ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് തരാം. ആരാണ്? ആശ്വിൻ, തെറ്റിക്കാതെ പറയണേ. 2 സർക്കിളുകൾ ഇന്റർസെക്ട് ചെയ്താൽ നീ എന്ത് ചെയ്യോടാ? ആദ്യം 2 സർക്കിളുകൾ കൂട്ടിമുട്ടിയാൽ ആദ്യം എന്ത് ചെയ്യും? സാമൂഹ്യദ്രോഹി, ദുഷ്ട, ഇങ്ങനെ 2 സർക്കിൾ വന്നു കഴിഞ്ഞാൽ എന്ത് വരക്കണം എന്നാണ് നിന്നെയൊക്കെ പഠിപ്പിച്ചേക്കണത്? ഇതും ഇത് തമ്മിൽ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്യണം. ഇത് രീതിയാക്ക. കണ്ടോ, ഞാൻ ഇങ്ങനെ ജോയിൻ ചെയ്തു. എന്റെ കുട്ടനൊന്ന് പറഞ്ഞേ, APQD ആരാടാ? APQB ആരാണ്? കോഡിലാറ്ററൽ ആണ്. എന്ത് കോഡിലാറ്ററൽ ആണ് നോക്കടാ? വൃത്തം. സൈക്ലിക് കോഡിലാറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. ഇപ്പൊ ഓക്കെ, ഞാൻ ഇവിടെ ഒരു ആംഗിളും ഇല്ലാത്തത് കൊണ്ട് എക്സ് എടുത്തു. അപ്പൊ ഇവിടെ എന്ത് വരുവാടാ? 180 മൈനസ് എക്സ്. കാരണം ഇത് ഒന്നാമത്തതും രണ്ടാമത്തതും സൈക്ലിക് കോഡിലാറ്ററൽ ആണ്, ഒരു വൃത്തത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഡീൽ, മിടുക്കൻ. അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്തേ സാറേ. ചെയ്യല്ലേട്ടാ. അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്യാം. ആരാണ് സാറേ? ആരാണ്? എയ്മാനെ തെറ്റിക്കാതെ പറയാ. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇത് എത്ര ആയിക്കോടാ? എക്സ്. പിന്നെ അല്ല, ലീനിയർ പെയർ, രേഖീയ ജോഡി. ഓക്കെ, മിടുക്കൻ. അടുത്ത ആളെന്താ സാറേ? ഇനി പെമ്പിള്ളേർ ആരെങ്കിലും ശരിയാണോ നോക്കട്ടെ. ആരാണ് സാറേ? ആര്യനന്ദ. ഇപ്പൊ അവളോട് എന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്ക് ചോദിച്ചു. കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് എത്രയായിരിക്കും? കാരണം എന്താണ്? എനിക്ക് കാരണം കൂടി വേണം. ആഹാ, നീ തോന്നിവാസം പറയുന്ന. 180 മൈനസ് എക്സ് കാരണം എന്താണ്? സൈക്ലിക് കോഡിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. രണ്ടാമത്തെ സൈക്ലിക് കോഡിലാറ്ററൽ. ഇത് എക്സ് ആണെങ്കിൽ ഇങ്ങനെ കൂട്ടിയ 180 കിട്ടണം. ഇത് 180 മൈനസ് എക്സ് ആണ്. ഓക്കെ അല്ലേ? ഡീലാണല്ലോ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഇത്രയും കിട്ടി. പക്ഷേ എയും ഡിയും കിട്ടിയില്ല. കൂട്ടിയാലല്ലേ 180 കിട്ടേണ്ടത്? ഓപ്പോസിറ്റ് അല്ലേ കിട്ടേണ്ടത്? അല്ലേ? ആണല്ലോ? കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. 2 വരകൾ പാരലലും സമാന്തരവും നോൺ പാരലൽ സൈഡ്സ് ഈക്വലുമായി കഴിഞ്ഞാൽ എന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം, സമപാർശ്വ ലംബകം. അതിന്റെ ബേസ്ഡ് ആംഗിൾസ്, പാദകോണുകൾ തുല്യമായിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എന്തായിട്ട് തന്നെ എടുക്കാം? നമുക്ക് എന്തായിട്ട് തന്നെ എടുക്കാം? എക്സ് ആയിട്ട് തന്നെ എടുക്കാം. അപ്പൊ ഞാൻ എടുക്കുകയാണ്. ഇത് എക്സ് ആണെങ്കിൽ ഇയാളും എക്സ്. ഇനി എന്റെ മക്കൾ കൂട്ടി നോക്കിയേ. എക്സും 180 മൈനസ് എക്സും കൂട്ടി നോക്കേണ്ട. എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. കണ്ടോ, എക്സും എക്സും ചെയ്യുക. എക്സിൽ നിന്ന് എക്സ് പോകുമ്പോ ഇത് രണ്ടും പോയി. ബാലൻസ് 180 ഡിഗ്രി. ഓക്കെ ആണോ? ഓപ്പോസിറ്റ് ആംഗിൾ 180 ഡിഗ്രി ആയതുകൊണ്ട് ഇതാരാണ്? സൈക്ലിക് കോഡിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ഡീലാണോ? ഞാൻ അപ്പൊ ഒന്ന് നീറ്റായിട്ട് പറഞ്ഞോട്ടെ. എന്റെ മക്കളൊന്ന് ശ്രദ്ധിച്ചിരിക്കോ? അടിപൊളിയായിട്ട് ഇരിക്കാം. ദേടം നോക്കിയടാ, 2 വൃത്തങ്ങൾ ഇന്റർസെക്ട് ചെയ്തു പോയാൽ അവ തമ്മിൽ ജോയിൻ ചെയ്യാം. ഞാനത് ജോയിൻ ചെയ്തിട്ടു. ഓക്കെ, അപ്പൊ നമുക്ക് 1, 2 എന്നുള്ള 2 സൈക്ലിക് കോഡിലാറ്ററൽ കിട്ടി, ചക്രീയ ചതുർഭുജം കിട്ടി. ഓക്കെ ആണോ? സൈക്ലിക് കോഡിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി കിട്ടണം. ഓക്കെ ആണല്ലോ? അത്രയും ഓക്കെ ആണല്ലോ? ഇനി എന്റെ മക്കൾ നോക്കാം. ഞാനിത് എക്സ് എടുത്തു. ഇതെന്തെടുക്കാം? 180 മൈനസ് എക്സ്. കണ്ടോ, ഇതൊരു ചക്രീയ ചതുർഭുജമാണ്, സൈക്ലിക് കോഡിലാറ്ററൽ. ഇനി അടുത്തത് ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇപ്പുറത്ത് വരേണ്ടത് എക്സ്, ലീനിയർ പെയർ, രേഖീയ ജോഡി. ഡീലല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടത്തെ എനിക്ക് എഴുതാം 180 മൈനസ് എക്സ്. കാരണം സൈക്ലിക് കോഡിലാറ്ററൽ തന്നെ, ചക്രീയ ചതുർഭുജം തന്നെ. ഇത്രയും കിട്ടിയല്ലോ. എന്നാ നോക്കിയടാ, ഇങ്ങനെ പ്ലസ് ചെയ്യാനുമില്ല, ഇങ്ങനെ പ്ലസ് ചെയ്യാനുമില്ല. ഇയാളുടെയും കണ്ടോ, ഒന്നില്ലെങ്കിൽ ഇയാളുടെ കുറവുണ്ട്, അല്ലെങ്കിൽ ഇയാളുടെ കുറവുണ്ട്. ഓക്കെ ആണോ? ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇത് രണ്ടും പാരലൽ ആണ്, ഇത് രണ്ടും തുല്യമാണ്. അപ്പൊ അതെന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം. അതിന്റെ ബേസ്ഡ് ആംഗിൾസ്, പാദകോണുകൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ്. ഡീലാണോ?
അപ്പൊ ഞാൻ ഇവിടെ എക്സ് ഡിഗ്രി എന്നും കൂടി എടുത്തു. അപ്പൊ എനിക്ക് പറയാം ഇങ്ങനെ കൂട്ടുമ്പോ എത്ര ഡിഗ്രി കിട്ടുന്നുണ്ട്? 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതാരാണ്? സൈക്ലിക് ആണ്, ചക്രീയമാണ്. ഒരു കാര്യം മനസ്സിലുറപ്പിച്ചോട്ടാ, ഇതിന്റെ 4 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന ഒരു വലിയ വൃത്തം വരയ്ക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണോ? ഞാനൊന്ന് അങ്ങനെ പറഞ്ഞിട്ടാണ് മനസ്സിലുണ്ടാവണം. എന്താണ്? 4 വെർട്ടെക്സിൽ കൂടി കടന്നു പോകുന്ന വൃത്തം വരയ്ക്കാൻ പറ്റും സൈക്ലിക് ആണെങ്കിൽ. ഡീലല്ലേ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഞാൻ ഇപ്പൊ പറയുന്ന ആദ്യം പറഞ്ഞത് ഇത്. അടുത്തത് ഞാൻ പറയേണ്ടി വരൂല. എന്റെ മക്കൾക്ക് വേഗം വേഗം പറഞ്ഞു ചെയ്യാൻ പറ്റും. നോക്കിയേ, അടുത്ത പ്രോബ്ലം നോക്കിയേ. എന്താ നോക്കിയേ? അതുപോലത്തെ തന്നെയാണ്. ഒന്ന് സ്ക്രോൾ ചെയ്യോ സാറേ, മുകളിലോട്ട് സ്ക്രോൾ ചെയ്താൽ കാണാൻ പറ്റും. അതൊന്ന് കാണിച്ചേ. ചെയ്യലേട്ടാ, നമുക്കിത് ചെയ്തു പോവാം, എന്നിട്ട് മതി. കണ്ടോ? എന്തെന്നാണ്? സെയിം തന്നെയാണ്, വേറെ കഥകളൊന്നുമില്ല. നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. ചെയ്തു തുടങ്ങാം നമുക്കിപ്പോ. എന്റെ മക്കൾ എഴുതിക്കോ. ഒരാൾ അൺമ്യൂട്ട് ചെയ്തു സാറേ. ഇനി ഞാൻ പറയണ പരിപാടിയൊന്നുമില്ല, പ്രൂഫൊക്കെ എന്റെ കുഞ്ഞുമക്കൾ പറഞ്ഞു തരും. ആരാണ് സാറേ? ഓക്കേ, ആരാണ് എനിക്ക് തരാൻ പോണത്? ആദ്യം എഴുതിക്കോ കേട്ടോ. ഫസ്റ്റ് വൺ അത് ഞാൻ പറഞ്ഞു തന്നേക്കാം. ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിട്ടാ. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180 ഡിഗ്രി. ചോദ്യചിഹ്നം ഇട്ട് വെക്കാം. അത് എഴുതിക്കോ. സൈക്ലിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ, ചക്രീയമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടണം. അറിയാത്തവർ വേണമെങ്കിൽ എഴുതി വെച്ചോ. ചക്രീയമാണെന്ന് തെളിയിക്കണമെങ്കിൽ എതിർ കോണുകൾ കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടണം. ഇത് നമ്മുടെ രീതിയാക്കാം. കണ്ട, തെളിയിക്കാനുള്ള ആളെ നമുക്ക് കിട്ടി. ഇനി ഇതിലോട്ടോട്ട് കൊണ്ടുവന്ന് തെളിയോന്ന് മാത്രം നോക്കിയാൽ മതി. കേട്ടാ? തന്നോ സാറേ ഓരോരുത്തരാ? അലൻ അടയാളപ്പെടുത്തല്ലേ കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡോട്ടർ ലൈൻ ഇട്ടോ. ഇട 1, 2 അടയാളപ്പെടുത്തിക്കോ. ആദ്യം എന്തെഴുതോടാ? അല്ല, ആദ്യം എന്തെഴുതും? വന്ന വഴി എങ്ങാനും തെറ്റിച്ചാൽ പറ. ഈ പടം കണ്ടിട്ട് നിനക്ക് ഒന്നും തോന്നണില്ലേ? ഒരു വികാരവും തോന്നണില്ല ഈ പടം കണ്ടിട്ട്? അപ്പൊ ആദ്യം എന്ത് എഴുതണം? പിന്നല്ല, അത് എഴുതിയില്ലെങ്കിൽ തവിട് പൊടിയാക്കും ചെയ്യാൻ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. നിങ്ങൾ വിചാരിക്കും എന്ത് തേങ്ങക്കാണ് ഇങ്ങനെ ഇന്ത ഫിഗർ ഒക്കെ പറയിപ്പിക്കുന്നതെന്ന്. ടീച്ചർമാർക്ക് കാണുമ്പോ തോന്നണം. കണ്ടോ, എന്താണ് കട്ട് ചെയ്തേക്കുന്നത്? ഡോട്ടർ ലൈൻ ഇട്ടിട്ടുണ്ട്. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. മനോഹരമായിട്ട് തുടങ്ങിയിരിക്കുന്നു. ഇനി എന്തെഴുതും നമ്മൾ? കൺസിഡർ സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് പറയും. ചക്രീയ ചതുർഭുജം എന്ന് പറയണം. എഴുതിക്കോ. കൺസിഡർ ഫസ്റ്റ് സൈക്ലിക് കോഡിലാറ്ററൽ, ഒന്നാമത്തെ ചക്രീയ ചതുർഭുജം പരിഗണിച്ചാൽ. അല്ലെങ്കിൽ പേര് എഴുതിയാലും കുഴപ്പമില്ല. 1, 2 എഴുതിയിട്ടില്ലേ? കൺസിഡർ ഫസ്റ്റ് സൈക്ലിക് കോഡിലാറ്ററൽ, ഒന്നാമത്തെ ചക്രീയ ചതുർഭുജം പരിഗണിച്ചാൽ. നമ്മളായിട്ട് എടുക്കുന്നതിനെ if angle A is equal to x degree, കോൺ A സമം x ഡിഗ്രി എന്നെടുത്താൽ എന്ത് സിമ്പിൾ ആണെന്ന് നോക്കിയേ. എന്നിട്ട് എഴുതിക്കോ. ഇതാണ് കാണാനുള്ളത്. ഒരാൾ അൺമ്യൂട്ട് ചെയ്തേ സാറേ. ആംഗിൾ ബി ക്യു പി ഇസ് ഈക്വൽ ടു എത്ര വരും? ബി ക്യു പി വേഗം പറഞ്ഞു. ബി ക്യു പി ഇസ് ഈക്വൽ ടു ആരാണ് സാറേ? അക്ഷയ്. കമോണ്ടാ, വേഗം പറഞ്ഞോ. എഴുതി പൊക്കോട്ടാ ബാക്കിയുള്ളവര്. ആംഗിൾ ബി ക്യു പി ഇസ് ഈക്വൽ ടു ഇത് എത്ര വരും? 180 മൈനസ് എക്സ്. റീസൺ വേണോടാ, റീസൺ എഴുതി പോണം. 180 മൈനസ് എക്സ്. കാരണം എന്താണ്? മിടുക്കൻ. സൈക്ലിക് കോഡിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. അല്ലെങ്കിൽ സൈക്ലിക്, അത്രയും മതി. ചക്രീയ ചതുർഭുജം. അടിപൊളി. അടുത്തത് എക്സ് വരും. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് സാറേ. പേരെഴുതിട്ടാ. ആംഗിൾ പി ക്യു ഡി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. പൂജ, കാരണം എന്താടാ ഇത് എക്സ് വരാൻ? ലീനിയർ പെയർ. എന്റെ അമ്മ എന്നെ തല്ലോ. ലീനിയർ പെയർ, രേഖീയ ജോഡി. ഓക്കെ, മിടുക്കത്തിട്ടാ.
ആ ലിനിയർ പെയർ സാർ എന്നെ തെറ്റിക്കാൻ നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് 180 മൈനസ് എക്സ് ആണെങ്കിൽ എക്സ് വേണമെങ്കിൽ മതി. ഇനി സ്ഥിരം ഇങ്ങനെ കാണിച്ചു തരണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. അടുത്തൊരാളെ തരൂ സാറേ. ജെനിയും വേഗം പറയാ, ഇത് സി ആണ്. ആംഗിൾ പി സി ഡി ഇസ് ഈക്വൽ ടു എത്ര വരൂടാ? സൂപ്പർ 180 മൈനസ് എക്സ്. കാരണം എന്താടാ? സൈക്ലിക് കോഡിലാറ്ററൽ ചക്രീയ ചതുർഭുജം അല്ലെങ്കിൽ സെക്കൻഡ് സൈക്ലിക് കോഡിലാറ്ററൽ, രണ്ടാമത്തെ ചക്രീയ ചതുർഭുജം. സെക്കൻഡ് സൈക്ലിക് കോഡിലാറ്ററൽ, രണ്ടാമത്തെ ചക്രീയ ചതുർഭുജം. ഓക്കെ ആണോ? ഡീലാണോ? അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്തത് സാറേ. ലൈനാ പോകാൻ പോകണ അവള്. ആ മര്യാദക്കിരുന്ന ആളല്ലേ, ഞാൻ വിചാരിച്ച അവള് പോകയായിരുന്നു നാടുവിട്ട്. പറയടാ. അൺമ്യൂട്ട് ചെയ്തില്ല. ലൈന പ്ലസ് ചെയ്യാനുള്ള ആൾക്കാരുകളായോ? എയും ഡിയും ബിയും സിയും ആയാ? ആൾക്കാരായ? ആയെങ്കിൽ ആയെന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാ. കൈകൊണ്ടെങ്കിലും കാണിക്ക് അൺമ്യൂട്ട് ചെയ്യണമെങ്കിൽ. ഓപ്പോസിറ്റ് കൂട്ടാനുള്ള ആൾക്കാരുകളായ? ഇല്ല. വെരി ഗുഡ്. ഓക്കെ, അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്തോ സാറേ. അങ്ങനെയാണെങ്കിൽ എഴുതാം, ഇൻ എ കോഡിലാറ്ററൽ എ ബി സി ഡി, ചതുർഭുജം എ ബി സി ഡിയിൽ ഓക്കെ എ ബി പാരലൽ ടു സി ഡി, എ ബി പാരലൽ ടു സി ഡി, എ ബിയും സി ഡിയും പാരലൽ ആണ്. ഓക്കെ, അടുത്തത് എ സി ഇസ് ഈക്വൽ ടു ബി ഡി. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ, ഗിവൺ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതേടാ ഇത് രണ്ടും പാരലൽ ആണ്, ഇത് രണ്ടും ഈക്വൽ ആണ്. എന്തെന്നാണ് അപ്പൊ ഇത്? ഇയാൾ ആരായിരിക്കും അപ്പോ? ഐസോസെലസ് ട്രപ്പീസിയം. മിടുക്കൻ. അപ്പൊ എല്ലാവരും ഒരു എന്താണ് പരീക്ഷയ്ക്ക് എഴുതണമെന്നില്ല, ഇത് എഴുതിയിട്ട് ഐസോസെലസ് ട്രപ്പീസിയം എന്ന് എഴുതാ. എന്നാലും എന്റെ മക്കൾ ഇങ്ങനെ എഴുതിക്കോ, വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. ഇത്രയും നീട്ടിപ്പിടിച്ച് എഴുതണ്ട പരീക്ഷയ്ക്ക്, നിങ്ങൾക്ക് വായിക്കുമ്പോൾ കിട്ടാനാണ്. വൺ പെയർ ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ, ഒരു ജോഡി എതിർവശങ്ങൾ സമാന്തരമാണ്. നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ്. നോൺ പാരലൽ സൈഡ്സ് ആർ ഈക്വൽ, സമാന്തരമല്ലാത്ത വശങ്ങൾ തുല്യമാണ്. ഇറ്റ് ഈസ് എ ഐസോസെലസ് ട്രപ്പീസിയം. ഇതൊരു സമപാർശ്വ ലംബകമാണ്. ഇറ്റ് ഈസ് എ ഐസോസെലസ് ട്രപ്പീസിയം. ഇതൊരു സമപാർശ്വ ലംബകമാണ്. എന്റെ മക്കൾ ഈ സാധനം എന്താണെന്നല്ലേ ടാറ്റ കാണിച്ച് ചോദിച്ചത്? ഗിവൺ എന്നാണ് ട്ടാ, തന്നിട്ടുണ്ട് എന്നാണ് എഴുതിയേക്കണത്. എന്ത് മനോഹരമായിട്ടാണ് ഞാൻ എഴുതിയേക്കുന്നത്. ഓക്കെ, ഇതൊരു ഐസോസെലസ് ട്രപ്പീസിയം ആണ്, അല്ല സമപാർശ്വ ലംബകമാണ്. എഴുതിയോ? therefore its based angles are equal. ഇതിന്റെ പാദകോണുകൾ തുല്യമാണ്. its based angles are equal. പാദകോണുകൾ തുല്യമാണ്. എന്റെ മക്കൾ എഴുതിക്കോ, അപ്പൊ തന്നെ എഴുതിക്കോ. ആംഗിൾ A is equal to ആംഗിൾ B is equal to x ഡിഗ്രി. കണ്ടോ, ഇത് x ആണെങ്കിൽ അപ്പൊ ഇവിടെയും എന്ത് വരണം? x ഡിഗ്രി. ആംഗിൾ A സമം ആംഗിൾ B സമം x ഡിഗ്രി. ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇവിടെയും 180 മൈനസ് എക്സ് തന്നെ വരണം. ഡീലാണോ? ഓക്കെ ആണോ? നമുക്കതൊന്നും വേണ്ട, ഇങ്ങനെ പ്ലസ് ചെയ്യാനുള്ള ആളായിട്ടുണ്ട്. ആയിട്ടില്ലേ? അപ്പൊ എല്ലാവരും എഴുതിക്കോ, ഒന്നില്ലെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ ഇത് മതി. നമുക്ക് ഇങ്ങനെ കൂട്ടാൻ കിട്ടിയിട്ടുണ്ട്, അത് മതി. അപ്പൊ തന്നെ എഴുതിക്കോ, ആംഗിൾ B പ്ലസ് ആംഗിൾ C is equal to x പ്ലസ് 180 മൈനസ് എക്സ്. ഇവ തമ്മിൽ ചെയ്യാം. ഇതും പൊക്കോളും. എക്സിന്ന് എക്സ് കുറയ്ക്കുമ്പോ 180 ഡിഗ്രി. ഒരാൾ അൺമ്യൂട്ട് ചെയ്ത സാറേ, എങ്ങനെ അവസാനിപ്പിക്കണം എന്നൊന്ന് പറഞ്ഞുതരാൻ പറഞ്ഞേ. ടെനിയ കുട്ടി പറഞ്ഞേ, എങ്ങനെ അവസാനിപ്പിക്കണം ടെനിയ? ആ തടിമെന്നൊന്ന് കൈയെടുത്തിട്ട് ഫുൾ ബാക്കിലൊക്കെ ഫുൾ കർത്താവൊക്കെയാണല്ലോ. പള്ളിയോ ഇത് അല്ലേ? മാതാവും അൺമ്യൂട്ട് ചെയ്തിട്ട് ടെനിയ. ക്യാം ഓൺ. ഏറ്റവും അവസാനം എഴുതേണ്ടത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റാണല്ലേ?
വന്നുണ്ടോ? ഓപ്ഷൻ വന്നുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യം കൂടി ദേ വരുന്നു. കിട്ടിയില്ലേ? വന്നില്ല. കുഴപ്പമില്ല. എന്നാ അടുത്തതായിട്ട് പോക്കാം കേട്ടോ. നോ പ്രോബ്ലം. ചിലപ്പോ ഏതെങ്കിലും ഒരു ഇത് കൊണ്ട് വരാത്തതായിരിക്കും. നോ പ്രോബ്ലം. ഇവിടെ നിന്ന് ഓപ്ഷൻ വിടുന്നുണ്ട്. ഓക്കെ, ഒന്ന് റീജോയിൻ ചെയ്ത് നോക്കാൻ കേട്ടോ. ഓക്കെ, അപ്പൊ ലാസ്റ്റത്തെ സംഭവം എഴുതിക്കോ. ആരാണ്? ഹുസ്ന കുട്ടി വേഗം പറഞ്ഞ. അല്ല, ഹുസ്ന പറഞ്ഞ. ഇതും കൂട്ടിയപ്പോ എനിക്ക് 180 ഡിഗ്രി കിട്ടി. ഏറ്റവും അവസാനം എഴുതേണ്ട വരി എന്തായിരിക്കും? ഇതും ആണ്. ഒരു കാര്യം കൂടി ചേർക്കണം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 ഡിഗ്രി. അത്രേ ഉള്ളൂ. മിടുക്കത്തി, സൂപ്പർ, അത്രേ ഉള്ളൂ. എതിർകോണുകൾ 180 ഡിഗ്രി ആയതിനാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 ഡിഗ്രി. എതിർകോണുകൾ 180 ഡിഗ്രി ആയതിനാൽ ഇറ്റ് ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. അല്ലെങ്കിൽ ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ABCD ചക്രീയ ചതുർഭുജമാണ്. ഓക്കെ ആണോ? ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ABCD ചക്രീയ ചതുർഭുജമാണ്. ക്ലിയർ ആയോ? സെറ്റാണോ? പല്ലുമിട്ട് കുത്തണ ആരാണ്? എൻ്റെ പല്ല് ഇത്രയും സ്ട്രോങ് ആണ് കാണിക്കാനാണോ? ആരാണ് പേര്? താര. താര. ഓക്കെ. താന ഏത്? ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ താന. താന വല്ല കരോട്ടക്ക് പോകണ്ടോ? ചേട്ടാ, നമുക്ക് ഒരുമിച്ച് എഴുതി പോവാം. എല്ലാവരോടും ചോദിക്കാം. ഞാൻ ഇനി എനിക്കറിയാം ടാറ്റൊന്നും തരണ്ട. എല്ലാവരോടും ഓർഡറിൽ ചോദിച്ചു പോകട്ടെ സാറേ. എൻ്റെ മക്കള് പറയാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഒരാളതായോ സാറേ? നമുക്ക് ഒരുമിച്ച് എഴുതി തുടങ്ങാം. സെയിം തന്നെയാണ് ക്വസ്റ്റ്യൻ, മാറ്റമൊന്നുമില്ല. ABCD സൈക്ലിക് ആണെന്ന് തെളിയിക്കണം. വേറെ ഓപ്ഷൻ ഒന്നുമില്ല. പാരലൽ ആണെന്ന് തന്നിട്ടില്ല, ഈക്വൽ ആണെന്നൊന്നും തന്നിട്ടില്ല. അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. ആരാണ് സാറേ? അനീന. ആരാണ്? അലീന. പറഞ്ഞോ. തെളിയിക്കാനുള്ളത് എന്തെന്നാണ് അലീന? ABCD സൈക്ലിക് ആണെന്ന് തെളിയിക്കണമെങ്കിൽ എന്തൊക്കെയാണ് കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടേണ്ടത്? അത് പറ ആദ്യം. ഓക്കെ, ആംഗിൾ എയും കുറച്ച് താഴ്ത്തിയത്. ആംഗിൾ A പ്ലസ് ആംഗിൾ B ഈസ് ഈക്വൽ ടു 180. സമ്മതിച്ചു. അടുത്തത് ആംഗിൾ സിയും 180 ഡിഗ്രി കിട്ടണം. ഇതാണ് ചോദിച്ചിടാനുള്ളത്. ഓക്കെ, ഒറ്റ കാര്യം കൂടി ഞാൻ നിന്നോട് ചോദിച്ചേക്കട്ടെ, പോകല്ലേ? രണ്ട് സർക്കിളുകൾ ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്താൽ നീ എന്ത് ചെയ്യും? ജോയിൻ ചെയ്യും. ആഹാ, ബുദ്ധിജീവിയാണല്ലോ ഇവള്. കണ്ണടയൊക്കെ വെച്ച് ബുദ്ധിജീവിയുടെ പോലെ ഇതിങ്ങനെയൊക്കെ കാണിച്ചിട്ട് അടിപൊളി മിടുക്കത്തി. ഒറ്റ കാര്യം കൂടി ചോദിച്ചേക്കട്ടെ, ഒരാംഗിളും തന്നിട്ടില്ല. ഈ ആംഗിളിനെ നീ എന്തെടുക്കും? X ഡിഗ്രി എടുക്കും. ഇത് എത്രയായിരിക്കും? X ഡിഗ്രി തന്നെ ആയിരിക്കും. സെറ്റല്ലേ? ആണാ? തേങ്ങയാണ്. പോന്ന്. ബാക്കി എല്ലാം ശരിയാണ്. ഒരെണ്ണം തെറ്റിപ്പോയി. കിങ്സ് സാർ ഇവിടെ ഇരുന്ന് പറയണം X ഡിഗ്രി തന്നെ എടുക്കുന്നു. എനിക്കറിയാം ഇങ്ങനെ തെറ്റിക്കണം എന്ന്. എടാ ശ്രദ്ധിക്കട്ടാ. എടാ, നേരത്തേത്തതിൽ ഓപ്ഷൻ തന്നിരുന്നു ഇത് രണ്ടും പാരലലും ഇത് രണ്ടും തുല്യവുമാണെന്ന്. ക്ലിയർ ആണോ? ഇവിടെ അങ്ങനത്തെ ഓപ്ഷൻ ഒന്നുമില്ല. വെറുതെ X എന്ന് എടുക്കാൻ പാടില്ല. ഡീലാണോ? ഓക്കെ, അങ്ങനെ ചുണ്ടനക്ക് തെറ്റിച്ച ആൾക്കാരുകളൊക്കെ ക്ലിയർ ആയോ? മനസ്സിലായടാ? അതിര ക്ലിയർ ആയോ? ആരാണ്? അലീന ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, തെറ്റിക്കരുത് ട്ടാ. ഇത് X എടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷനേ ഇല്ല. ഓക്കെ, ചെയ്തു തുടങ്ങാം നമുക്ക് എല്ലാവരും. മിടുക്കത്തിട്ടാ, സൂപ്പർ. ഞാൻ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തന്നെ പറഞ്ഞാണ് നിന്നോട്. എല്ലാവരും എഴുതി തുടങ്ങിക്കോ. ചോദിച്ചിടാ, ഡോട്ടർ ലൈൻ ഇടാ, X എന്ന് എടുത്ത് എഴുതാം. ഒരാൾ അൺമ്യൂട്ട് ചെയ്തു സാറേ. ഞങ്ങൾ തുടങ്ങിയാണ്. ജോസഫ് ആദ്യം എഴുതേണ്ടത് എന്തെന്നാടാ? ഇൻ ദ ഫിഗർ പോകല്ലേട്ടാ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ എ എന്നും പറഞ്ഞ് എങ്ങനെ എഴുതണം? ഇഫ് മറക്കല്ലേ. ഇഫ് ആംഗിൾ A is equal to X ഡിഗ്രി, കോൺ A സമം X ഡിഗ്രി എന്നെടുത്താൽ ആരാണ് മിടുക്കൻ? തേജസേ കുട്ടാ, തേജസ് മോനെ ഒന്ന് പറഞ്ഞടാ. 1 2 3 മൂന്നെണ്ണോട്ട് കടന്നോട്ടെ.
ആംഗിൾ ബി ക്യു പി എത്ര ഡിഗ്രി ആയിരിക്കും? ആരെങ്കിലും ഒരാളെത്താ സാറേ? കിടന്നുറങ്ങണവന് തരല്ലേ? ആണോ? ആരെങ്കിലും താ. ഗൗരി കുട്ടി പറഞ്ഞോടാ. ആംഗിൾ ബി ക്യു പി സിക്കൽ ടു 180 മൈനസ് എക്സ്. കാരണം എന്താണ്? സൂപ്പർ. ഫസ്റ്റ് സൈക്ലിക് കോഡിലാറ്ററൽ എന്ന് എഴുതിക്കോ, എന്നാലും കുഴപ്പമില്ല. ഒന്നാമത്തെ ചക്രീയ ചതുർഭുജം. പോകല്ലേട്ടാ ഗൗരി. ഒന്നാമത്തെ ചക്രീയ ചതുർഭുജം ഗൗരിയും എഴുതിക്കോ. എഴുതിട്ടാ, എല്ലാവരും എഴുതിട്ടാ. ഗൗരി ഇത് എത്ര ആയിക്കോടാ അപ്പോ? എക്സ് ഡിഗ്രി. കാരണം എന്താടാ? ലീനിയർ പെയർ. സൂപ്പർ. പി ക്യു എസ് പേര് എഴുതിട്ടാ. ആംഗിൾ പി ക്യു എസ് ഇസിക്കൽ ടു എക്സ് ഡിഗ്രി ലീനിയർ പെയർ, രേഖീയ ജോഡി. അടുത്തൊരാളെ അൺമ്യൂട്ട് ചെയ്തെന്ന് സാറേ. ഗൗരി സൂപ്പർ. അടുത്ത ആരാണ്? രാഹുലെ പറഞ്ഞടാ, തെറ്റിക്കാതെ പറയണോട്ടാ. രാഹുലെ ഇത് എത്ര ആയിക്കോടാ? ഇത് സൂപ്പർ. 180 മൈനസ് എക്സ്. കാരണം എന്താടാ? അടയാളപ്പെടുത്തണോട്ടാ ഫിഗറില്. ആംഗിൾ പി ആർ എസ് 180 മൈനസ് എക്സ്. കാരണം എന്താടാ? പോടാ, തല്ലും ഞാൻ പിടിച്ച. ഇങ്ങനെ 180 കിട്ടണത് അതാണ് കാരണം. ആ സൈക്ലിക് കോഡിലാറ്ററൽ ഇങ്ങനെ കൂട്ടിയ 180 പോടന്നു. വെറുതെ തോന്നിയതൊക്കെ പറയല്ലേ. എഴുത്. സെക്കൻഡ് സൈക്ലിക് കോഡിലാറ്ററൽ, രണ്ടാമത്തെ ചക്രീയ ചതുർഭുജം. കണ്ടോ? ആണ്. 1, 2, 3 എന്നൊക്കെ എഴുതിയില്ലേ? ഒരെണ്ണം കൂടി പറഞ്ഞോ സാറേ. അടുത്ത ആളാരാണ് സാറേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും എന്ന് പറയാം. സി ആർ എസ്. ആംഗിൾ സി ആർ എസ് ആരാണ് സാറേ? ആദർശേ പറഞ്ഞടാ. ആംഗിൾ സി ആർ എസ് എത്രയാണ്? കൺഫ്യൂഷൻ ആവണ്ട. ഇതേ നോക്ക്, ഇങ്ങനെ തലകുത്തി വന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ 180 മൈനസ് എക്സ് ഉണ്ട്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? എക്സ് തലകുത്തി വന്നെന്നുള്ളൂ, അത് പ്രശ്നമൊന്നുമില്ല. ഓക്കെ മിടുക്കൻ. എക്സ് ഡിഗ്രി എഴുതിക്കോ. കാരണം എന്താണ്? കാരണം കൂടി പറ. ലീനിയർ പെയർ. തലകുത്തിയ ലീനിയർ പെയർ എന്ന് പറയണ്ടാ മലയാളം പിടിയങ്കാര്. രേഖീയ ജോഡി. ഓക്കെ, തലകുത്തിയ ലീനിയർ പെയർ അങ്ങനൊന്നും വേണ്ട. ലീനിയർ പെയർ ആണത്, പെയറാണ്, ജോഡിയാണ്, രേഖീയ ജോഡി. എഴുതിയോ? ഒരാളെ കൂടി അൺമ്യൂട്ട് ചെയ്ത് സാറേ. ഇവിടെ എക്സ് കിട്ടി. ഇവിടെ എത്രയായിരിക്കും? ആരാണ് സാറേ? ആര്? ഓക്കെ, അഡ്മിറ്റ് ചെയ്യാനോ? പറയടാ. ഇത് എത്ര ആയിക്കോടാ? ആംഗിൾ എസ് ഡി സി. കാരണം എന്താടാ? സൈക്ലിക്. അത്രയും മതി. ഇപ്പൊ തേർഡ് എഴുതിക്കോ. തേർഡ് സൈക്ലിക് കോഡിലാറ്ററൽ, മൂന്നാമത്തെ ചക്രീയ ചതുർഭുജം. അടിപൊളി, സൂപ്പർ. അപ്പൊ എനിക്ക് ഇവിടെ 180 മൈനസ് എക്സ് കിട്ടി. അടുത്തൊരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറേ. ദൃശ്യ പറഞ്ഞോ. പ്ലസ് ചെയ്ത് സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടാ നോക്കിയേ. ഉണ്ടാ? എയും ഉണ്ട്, ഡിയും ഉണ്ട്. മതി. ഇനി എന്തിനാണ് ഇതും ഇതും? ആവശ്യമില്ല, ഒരാവശ്യമില്ല. അപ്പോ എന്തെഴുതാം? therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു. പറഞ്ഞടാ, എന്തൊക്കെയാണ് പ്ലസ് ചെയ്യേണ്ടത്? എക്സ് പ്ലസ് 180 മൈനസ് എക്സ്. എക്സും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എന്ത് കിട്ടും? ക്യാൻസൽ ആയി പോവും. എക്സിൽ നിന്ന് എക്സ് കുറയ്ക്കുമ്പോ 180 ഡിഗ്രി. മോളൊന്ന് പറഞ്ഞേടാ, ഇത് സൈക്ലിക് ആണോ? കാരണം എന്താണ്? അതും കൂടി പറയണം. കാരണം എന്താണ്? കണ്ടോ? ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടുമ്പോ 180 ഡിഗ്രി കിട്ടുന്നുണ്ട്. മിടുക്കത്തി, സൂപ്പർ. ഇത് ഞാൻ പറഞ്ഞു തന്ന പ്രോബ്ലം അല്ല കേട്ടോ, നിങ്ങളായിട്ട് പറഞ്ഞു. ഞാൻ ഇവിടെ എടുത്തെഴുതി ഇത്രയും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ മോഡലിൽ എഴുതിയില്ലേ? എഴുതിയാ? ഓക്കെ, ലാസ്റ്റ് ഇവിടെ വരെ എത്തിയാ? ഏറ്റവും അവസാനം എഴുതാ. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 ഡിഗ്രി. എതിർ കോണുകൾ 180 ഡിഗ്രി ആയതിനാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ 180 ഡിഗ്രി.
എതിർകോണുകൾ 180 ഡിഗ്രി ആയതിനാൽ ഇറ്റ് ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ഇതൊരു ചക്രീയ ചതുർഭുജമാണ്. അല്ലെങ്കിൽ ABCD ഈസ് എ സൈക്ലിക് കോഡിലാറ്ററൽ. ഇതൊരു ചക്രീയ ചതുർഭുജം ആണ്. കണ്ടോ മെസ്സേജ് ഒക്കെ വന്നാണ്ട സം ഓഫ് ദി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ സാറേ? ആരാണ് അടിച്ചു വിട്ടത്? അഭിഷേക. എല്ലാരും മെസ്സേജ് ഒക്കെ ചെയ്ത് കലക്കാണ്. മെസ്സേജിനൊക്കെ നല്ല സ്പീഡ് ഉണ്ടല്ലോ. നല്ല ചാറ്റാന്ന് തോന്നല്ലേ അമ്പട്ടാ അഭിഷേക്? റിപ്ലൈ ഒക്കെ ചക്കാന്നും പറഞ്ഞു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വേണ്ടല്ലേ സാറേ, പറഞ്ഞു കൊടുത്തേക്കാല്. ആലോചിക്കണോട്ടാ, എല്ലാത്തിലും അങ്ങനെ വരില്ല. നേരത്തെ ഓപ്ഷൻ തന്നിരുന്നു ഇത് രണ്ടും പാരലലും ഇത് രണ്ടും തുല്യവുമാണെങ്കിൽ ഇത് സൈക്ലിക് ആണോ എന്നാണ് ചോദിച്ചിരുന്നത്. ഇതിൽ ഓപ്ഷൻ ഒന്നുമില്ല. പക്ഷെ നമ്മൾ ജോയിൻ ചെയ്തു, ഇത് എക്സ് ആയിട്ട് എടുത്തു. ഇത് സൈക്ലിക് ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ്, ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് എക്സ്, ഇത് 180 മൈനസ് എക്സ്, ചക്രീയമായതുകൊണ്ട് രേഖീയ ജോഡി ആയതുകൊണ്ട് ഇത് എക്സ്, ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 180 മൈനസ് എക്സ്. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മളൊന്ന് നോക്കിയാണ്, ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടാനുണ്ട്. പിന്നെ ഇതിന്റെ പരിപാടി പറയേണ്ട ആവശ്യമില്ല. അപ്പോ ഓപ്പോസിറ്റ് ആംഗിൾ കൂട്ടിയപ്പോ 180 ആയതുകൊണ്ട് ഇതാരാണ്? സൈക്ലിക് കോഡിലാറ്ററൽ, ചക്രീയ ചതുർഭുജമാണ്. ഡീലാണോ? എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞത് കിട്ടിയോ? ഇതൊക്കെ എഴുതിയോ നീറ്റായിട്ട്? പരീക്ഷക്ക് 3 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ ഓരോന്ന് എഴുതണം. അര 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടുതരും ഒരു മാർക്കുകൾ. സെറ്റ് അല്ലേ? ഡീലല്ലേ? ചെയ്തോളൂല്ലേ? ആരാണ് സാറേ? ഇന്ന് മുഴുവൻ ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ട്. അടുത്ത കാര്യം ഒന്ന് പറഞ്ഞുതരാൻ പോവുകയാണ്, അടുത്ത സെക്ഷൻ. ഞാനപ്പോ ഒരു പ്രോബ്ലം അതിനകത്ത് പെൻഡിങ് വെക്കുകയാണ്. ആകെ ഒരെണ്ണം, 7ാമത്തെ പ്രോബ്ലം, അത് അവസാനം എടുത്തു തരും. ഓക്കെ ആണോ? മറക്കരുത് ടാ. ആകെ ഒറ്റൊരു പ്രോബ്ലം ടാ, ഒരെണ്ണം. ഡീലല്ലേ? നോട്ട് ചെയ്ത് വെച്ചോ. അതൊക്കെ ഇനി എടുക്കൂല എടുത്തു തരൂല എന്നൊന്നും ആലോചിക്കണ്ട. ഓക്കെ, ഞാനപ്പോ ഒരു പ്രൂഫ് പറയാൻ പോവാണ്. ഒരു തിയറം പറയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൂഫ് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, അപ്പോ എന്റെ മക്കള് പേജ് നമ്പർ ഒന്ന് നോട്ട് ചെയ്യണ്ട. 2 കോഡ്സ്, 2 ഞാണുകൾ എഴുതിക്കോ. 2 കോഡ്സ് ഹെഡിങ് കൊടുക്കുക. 2 ഞാണുകൾ ഹെഡിങ് കൊടുക്കുക. 2 കോഡ്സ്, 2 ഞാണുകൾ കൊടുത്തോ. കറക്റ്റ് ടൈമിങ്. നമുക്കപ്പോ തകർപ്പനായിട്ട് തുടങ്ങാം. എടാ ശ്രദ്ധിച്ചോളൂ ടാ. ഇതേടാ ഞാൻ ഇങ്ങനെ പ്രൂവ് ചെയ്യാനായിട്ട് പറയാണ്. ഇയാൾ എന്ത് തേങ്ങയാണ് പ്രൂവ് ചെയ്യുന്നതെന്ന് ആലോചിക്കും. ശ്രദ്ധിച്ചോളൂ ടാ. PA into PB is equal to PC into PD എന്നും, ഒന്നാമത്തത് PA into PB is equal to PC സ്ക്വയർ എന്നും രണ്ടും പ്രൂവ് ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി പ്രൂഫ് ചോദിച്ചില്ലെങ്കിൽ കൂടിയും ഇതിനെ ബേസ് ചെയ്തിട്ട് സൈഡ്സുകൾ കാണാനുള്ള അളവുകൾ കാണാൻ, PA കാണാൻ, PB കാണാൻ, ഇങ്ങനത്തെ പ്രോബ്ലങ്ങൾ വരാറുണ്ട്. ഒന്നില്ലെങ്കിൽ PA കാണാൻ, അല്ലെങ്കിൽ PB കാണാൻ, അല്ലെങ്കിൽ PC PD ഇങ്ങനെ കണ്ടുപിടിക്കാനായിട്ടുള്ള പ്രോബ്ലങ്ങൾ വരാറുണ്ട്. ഡീലാണോ? ഓക്കെ ആണോ? ഞാൻ ക്വസ്റ്റ്യന് വേണ്ട കാര്യങ്ങൾ വരയ്ക്കാൻ പോവാണ്. ശ്രദ്ധിച്ചോളൂ ടാ, എല്ലാവരും ശ്രദ്ധിക്കാം. ഒരു സർക്കിൾ തന്നിട്ടുണ്ട്, ഒരു കോഡും ഞാൻ വരയ്ക്കുകയാണ്. ഇതിലൂടെ സെന്ററിൽ കൂടി പെർപെൻഡിക്കുലർ ആയിട്ട്, ലംബമായിട്ട് എന്ത് പോയിട്ടുണ്ട്? ഒരു ലൈനും കൂടി ഞാൻ വരച്ചിട്ടുണ്ട്. ഡയാമീറ്റർ, അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇതൊരു ഡയാമീറ്റർ ആണ്, വ്യാസമാണ്. ഈ വരച്ചിരിക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ട്, അതിൽ കൂടി കടന്നു പോകുന്ന ലംബമായിട്ടുള്ള ഞാണാണ്. ഡീലാണോ? എപ്പോഴും കൂട്ടിമുട്ടുന്ന പോയിന്റിനെ നമ്മൾ P ആയിട്ട് കൺസിഡർ ചെയ്യും. ആരാണ്? P ആയിട്ട് കൺസിഡർ ചെയ്യും. P4 പവിൻ സാർ എന്നൊക്കെ ആലോചിച്ച് നോക്കാം. ഓക്കെ, എന്നെ മീറ്റ് ചെയ്തു എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ വെറുതെ പറഞ്ഞാണ്. ഇവയാളെ A എന്നും B എന്നും ഇതിനെ C യും D എന്നും കൺസിഡർ ചെയ്യണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എന്റെ മക്കള് മനസ്സിൽ ആലോചിക്കേണ്ട കാര്യം ഞാൻ നീറ്റായിട്ട് പറയാൻ പോകുന്നു. ഇങ്ങനെയെല്ലാം തെളിയിക്കാനായിട്ട് വന്നാൽ 2 കാര്യങ്ങൾ വന്നാൽ 2 ട്രയാങ്കിൾ എടുക്കണം. എങ്ങനത്തെ ട്രയാങ്കിള്?
ഇതെല്ലാം സൈഡ്സ് ആയിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ഡീലാണോ? ഓക്കെ ആണോ? ഒന്നാമത് പറഞ്ഞത് ഓക്കെ ആണോ? ഇത് പ്രൂവ് ചെയ്യാൻ വന്നാൽ ഇത് രണ്ടും വരുന്ന അല്ലെങ്കിൽ ഈ ആളുകൾ വരുന്ന രണ്ട് ത്രികോണം എടുക്കണം. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ സദൃശമാണെന്ന് തെളിയിക്കണം. എന്താണെന്ന് തെളിയിക്കണം? സിമിലർ സദൃശമാണെന്ന്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, രണ്ട് ട്രയാങ്കിൾ സിമിലർ ആവാൻ ആംഗിൾസുകളെല്ലാം തുല്യമാകണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും, ആനുപാതികമായിരിക്കും. ആനുപാതികം മീൻസ് ഉദ്ദേശിക്കുക സെയിം റേഷ്യോസ്, ഒരേ അംശബന്ധം. ഡീലാണ്? ഓർമ്മയുണ്ട? തുല്യമായ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ റേഷ്യോസ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അങ്ങനെ മനസ്സിലാലോചിക്കാം. ഓക്കെ ആണോ? ഞാനപ്പോ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയെല്ലാം തെളിയിക്കാൻ വന്നാൽ ഇതെല്ലാം സൈഡ്സ് ആയിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾ എടുക്കുക. ആ രണ്ട് ട്രയാങ്കിളും സിമിലർ സദൃശ്യമാണെന്ന് തെളിയിക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എല്ലാവരും ഇവിടേക്ക് ശ്രദ്ധിച്ചിരിക്കാം. അങ്ങനെ ഞാൻ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് പോകുകയാണ്. അത് പ്രൂവ് ചെയ്യാൻ രണ്ട് ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഒന്നാമത്തെ ട്രയാങ്കിൾ വലുതും രണ്ടാമത്തെ ട്രയാങ്കിൾ ചെറുതെടുത്തു. എന്റെ മക്കൾ നോക്കിയടാ, ഈ ട്രയാങ്കിളിൽ പി എ ഉണ്ട്, പി സി ഉണ്ട്. ഓക്കെ ആണോ? പി എയും വന്നു, പി സിയും വന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ പി ബിയും ഉണ്ട്, പി ഡിയും ഉണ്ട്. ഓക്കെ ആണോ? പി ബിയും ഉണ്ട്, പി ഡിയും ഉണ്ട്. ഡീലാണോ? രണ്ടിലും ഇല്ലേ? ഇനി എന്റെ മക്കൾക്ക് ഇങ്ങനെ എടുക്കാൻ തോന്നോ? ഇങ്ങനെ എടുത്താൽ പി ബി ഉണ്ടാവും, പി സി ഉണ്ടാവും, എന്നാ പി ഡി ഉണ്ടാവൂല. ഓക്കെ അല്ലേ? സെലക്ട് ചെയ്യേണ്ട ഐഡിയ കിട്ടിയോ? ഓക്കെ ആണോ? അപ്പൊ രണ്ട് ട്രയാങ്കിൾ ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ സദൃശ്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ അതിന്റെ ആംഗിൾസ് തുല്യമായിരിക്കണം, കോണുകൾ തുല്യമായിരിക്കണം. ഞാൻ ആദ്യം തന്നെ പറയാൻ പോവണേ, ഇത് 90 ഡിഗ്രി, ഇതും 90 ആണ്, ഇതും 90 ആണ്. ഒരെണ്ണത്തിന്റെ കാര്യം കഴിഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇനി എന്റെ മക്കൾ നോക്കിയേ, ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെങ്കിൽ, ഞാൻ യോജിപ്പിക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ ഒരു കോഡ് ഉണ്ടെങ്കിൽ ഇവിടെ വരുന്ന സെയിം സെഗ്മെന്റ്സിൽ വരുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ അല്ലേ? ഈക്വൽ അല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ എഴുതുന്നു ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ഡി. ഇത് രണ്ടും ഇട്ടാ, ഇത് രണ്ടെണ്ണം. സെറ്റാണോ? സെറ്റാണോ? ഞാൻ വെറുതെ എടുക്കുകയാണ്. ഇത് എക്സ് ആണെങ്കിൽ അപ്പൊ ഇത് എന്തായിട്ട് വരണം? എക്സ് തന്നെ ആയിട്ട് വരണം. സെറ്റാണോ? ഇത്രയും ഓക്കെ ആണോ? ക്ലിയർ ആയല്ലോ? ഇനി എന്റെ മക്കൾ നോക്കിയടാ, അങ്ങനെയാണെങ്കിൽ രണ്ട് ത്രികോണങ്ങളുടെ രണ്ട് കോണുകൾ തുല്യമായാൽ മൂന്നാമത്തെ കോണും ഓൾറെഡി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആണോ? ആകണ്ടേ? ആവണമല്ലോ. ഒരു ത്രികോണത്തിന്റെ രണ്ട് കോണുകൾ തുല്യമായാൽ, രണ്ട് കോണുകൾ രണ്ട് ത്രികോണത്തിന്റെ തുല്യമായാൽ മൂന്നാമത്തെ കോണും ഓൾറെഡി ഈക്വൽ ആയിരിക്കും. ഞാൻ അയാളിപ്പോ y എന്ന് എടുക്കേണ്ട. ഓക്കെ, ശരിക്കും 90 - x ഒക്കെ ചെയ്തൊക്കെ ചെയ്യണം. പോട്ടെ, ഞാനിപ്പോ ഇതും ഇതുമാണ് തുല്യം, ഇതും ഇതുമാണ് തുല്യം, ഇതും ഇതുമാണ് തുല്യം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സെറ്റാണോ? മൂന്ന് കോണുകൾ തുല്യമില്ലേ? മൂന്ന് കോണുകൾ തുല്യമായാൽ അതെന്ത് ട്രയാങ്കിൾ ആണ്? സിമിലർ ട്രയാങ്കിൾ, സദൃശ ത്രികോണങ്ങൾ. അതിന്റെ വശങ്ങൾ എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷൻ, ആനുപാതികം. ആനുപാതികം മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം റേഷ്യോസ്, ഒരേ അംശബന്ധം. ഇത്രയും ഡീലാണോ? ഓക്കെ ആണോ? അപ്പൊ ഞാൻ ഒന്നാമത്തെ ത്രികോണം എടുക്കുന്നു, രണ്ടാമത്തെ ത്രികോണം എടുക്കുന്നു. ഫസ്റ്റത്തെ ട്രയാങ്കിളിന്റെ പേര് എഴുതണേ, ട്രയാങ്കിൾ എ പി സി. രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ പേര് എഴുതണേ, ട്രയാങ്കിൾ ബി പി ഡി. ഓക്കെ, താഴേക്ക് എഴുതാട്ടോ, ട്രയാങ്കിൾ ബി പി ഡി. രണ്ടും എടുത്തു. ഓക്കെ, ഒന്നാമത്തെ രണ്ടാമത്തെ എടുത്തു. ആംഗിൾസ് എഴുതാണ്. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. ഇവിടെയും ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. ഡീലാണോ? അതിന്റെ സൈഡ്സുകൾ എടുക്കാൻ പോവാണ്. ഓക്കെ, ഇതിനെതിരെ 1 ആണെങ്കിൽ, ഇതിനെതിരെ 2 ആണെങ്കിൽ, ഇതിനെതിരെ 3 ആണെങ്കിൽ ഇവിടെയും എന്ത് വരും? 1:2, 2:3 തന്നെ വരും. ഓക്കെ ആണോ? റേഷ്യോസ് സെയിം ആയിരിക്കും. അത് തെറ്റാതിരിക്കാനായിട്ട് ഞാൻ എക്സും വൈയും 90 എന്ന് എഴുതി വെച്ചേക്കുന്നത്. ശ്രദ്ധിച്ചോ, എക്സിന് ഓപ്പോസിറ്റ് പി സി ആണ്, പി സി എടുത്തു. ഓക്കെ, ഈസ് ടു വൈക്ക് ഓപ്പോസിറ്റ് പി എ ആണ്, പി എ എടുത്തു. ഈസ് ടു 90ക്ക് ഓപ്പോസിറ്റ് നോക്ക് എ സി ആണ്, എ സിയും എടുത്തു. ഇസ് ഈക്വൽ ടു, ഇതിന്റെ റേഷ്യോ തുല്യമാവണ്ടേ? വേണ്ടേ? അംശബന്ധം തുല്യമാവണ്ടേ? അപ്പോ ഇവിടെ പറഞ്ഞോ, എക്സിനെതിരെ ആരാണ്? പി ബി ആണ്, പി ബി എടുത്തു. ഈസ് ടു വൈക്കെതിരെ പി ഡി ആണ്, പി ഡി എടുത്തു. ഈസ് ടു എന്താണ്?
നയൻറ്റിക്കെതിരെ ബി ഡി ആണ്, ബി ഡി എടുത്തു. ഇത്രയും ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണല്ലോ. ഇനി വേണ്ട ആൾക്കാരുകളെ ഞാൻ ടിക്ക് ചെയ്യണ്ട. തെളിയിക്കാനുള്ളതിൽ വേണ്ട ആൾക്കാരുകളെ ആരൊക്കെ വേണം? പി എ വേണം, ഞാൻ ടിക്കിട്ടു. പി സി വേണം, അത് ഞാൻ ടിക്കിട്ടു. പി ബി വേണം, അത് ഞാൻ ടിക്കിട്ടു. പി ഡി വേണം, ഇത് ഞാൻ ടിക്കിട്ടു. ഇത് രണ്ടെണ്ണം നമുക്ക് ആവശ്യമില്ല. ഉണ്ടോ? തെളിയിക്കണേൽ ആവശ്യമുണ്ടോ? ദേ ഇത് നോക്ക്, ഇതിൽ ആവശ്യമുണ്ടോ? ഇല്ല, രണ്ടിലും ആവശ്യമില്ല. സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, പറയാട്ടാ. ഞാൻ ഒന്നുകൂടി നീറ്റായിട്ട് പറയാം. ഞാനിപ്പോ ഐഡിയ തന്നു പോണ്. ഇനി അടുത്ത സ്റ്റെപ്പ് ഞാൻ എഴുതാൻ പോകുന്നത് റേഷ്യോസ് കളയുമ്പോ ബൈ ഇട്ട് എഴുതണം. ഞാൻ എഴുതേണേ, റേഷ്യോസ് കളഞ്ഞെഴുതുന്നു. പി സി ഡിവൈഡഡ് ബൈ പി എ ഇസ് ഈക്വൽ ടു എന്തെഴുതാ? പി ബി ഡിവൈഡഡ് ബൈ പി ഡി എന്നെടുത്ത് എഴുതാം. ഇത്രയും ഓക്കെ ആണോ? സെറ്റ് അല്ലേ? ഞാൻ ക്രോസ് ചെയ്യാൻ പോകുന്നു. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ചെയ്യാണ്. ശ്രദ്ധിച്ചോ, പി സി ഇൻറ്റു പി ഡി ഇസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. ഓക്കെ ആണോ? ഇവിടത്തെ ആളായാ നോക്കിയേ, ഒന്നാമത്തെ ആളായാ നോക്കിയേ. ഓക്കെ അല്ലേ? ഞാനൊന്ന് കറക്റ്റ് ചെയ്ത് എഴുതുന്നു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഒന്നാമത്തെ ആള് കറക്റ്റായി. ഓക്കെ, ഒന്നാമത്തെ ആള് കറക്റ്റായി. ഇനി ഞാൻ രണ്ടാമത്തെ ആളിലോട്ട് പോകാൻ പോകുന്നു. ശ്രദ്ധിച്ചോളൂ ടാ, വേറെ ഒന്നുമില്ല. ഓക്കെ, നമ്മൾ പഠിച്ചതാണ് ഒരു സർക്കിളിൽ ഒരു കോഡ് വരയ്ക്കുന്നു. സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കുന്ന വര, CPM റൂൾ. ഇപ്പോ എന്നാൽ ഡിജോ സാർ പറഞ്ഞെന്നുണ്ട്. ഓക്കെ, സെന്ററിൽ നിന്ന് ലംബമായി വരയ്ക്കുന്ന വര ആ കോഡിനെ ബൈസെക്ട് ചെയ്യും, അല്ലെങ്കിൽ മിഡ് പോയിന്റ് കൂടി കടന്നു പോകും. ഡീലാണോ? ഓക്കെ അല്ലേ? അപ്പൊ ഈ രണ്ട് കഷ്ണങ്ങൾ തുല്യമല്ലേ? ആണല്ലോ. എന്റെ മക്കൾ നോക്കിയേ, ഇത് സെന്റർ ആണ്, ഇത് ലംബമായിട്ടുള്ള വരയാണ്. ഇതിനെന്ത് ചെയ്യും? ബൈസെക്ട് ചെയ്യും, സമഭാഗം ചെയ്യും. ഈ രണ്ട് കഷ്ണങ്ങൾ തുല്യം. ഞാൻ ഇവിടെ എഴുതേണേ, പി സി ഇസ് ഈക്വൽ ടു പി ഡി ആണ്. അപ്പൊ ഞാനൊന്ന് മാറ്റി എഴുതാൻ പോകുന്നു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി അങ്ങനെ തന്നെ എഴുതി, ഇൻറ്റു പി ഡിക്ക് പകരം തന്നെ കൊടുക്കുക. രണ്ട് കഷ്ണവും തുല്യമാണ്. എന്ത് കൊടുക്കുക? പി സി എന്ന് തന്നെ കൊടുക്കാം. ലാസ്റ്റ് എഴുതാം, പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു ആരാണ്? പി സി സ്ക്വയർ. ഓക്കെ ആണോ? രണ്ടും പ്രൂവ് ചെയ്തു. എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ, നീറ്റായിട്ട് പറയാൻ പോകുന്നു. ശ്രദ്ധിച്ചോ, ഇങ്ങനെയെല്ലാം പ്രൂവ് ചെയ്യാൻ വന്നാൽ രണ്ട് ട്രയാങ്കിൾ എടുക്കുക. എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം? ഇതെല്ലാം സൈഡ്സ് ആയിട്ട് വരുന്ന, വശങ്ങളായി വരുന്ന രണ്ട് ട്രയാങ്കിൾ. കൂടെ പറഞ്ഞോട്ടാ, ആ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കണം? സിമിലർ, സദൃശമാണെന്ന് തെളിയിക്കണം. സദൃശമാണെന്ന് തെളിയിക്കണമെങ്കിൽ, സിമിലർ ആണെന്ന് തെളിയിക്കണമെങ്കിൽ ആംഗിൾസ് എന്തായിട്ട് കൊണ്ടുവരണം? ഈക്വൽ ആയിട്ട് കൊണ്ടുവരണം. അങ്ങനെ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയാൽ, സദൃശമായാൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷൻ, ആനുപാതികം. ആനുപാതികം മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? റേഷ്യോസ്, അംശബന്ധം സെയിം, അളവ് സെയിം എന്നല്ലട്ടാ, റേഷ്യോസ് സെയിം. റേഷ്യോസ് എങ്ങനെ എടുക്കണം? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സിന്റെ വശങ്ങളുടെ റേഷ്യോസേ സെയിം ആയിട്ട് വരുള്ളൂ. തെറ്റിക്കരുത് ട്ടാ. ഇവിടെ എക്സിന് ഓപ്പോസിറ്റ് എഴുതി, ഇവിടെ എന്താണ് 90ക്ക് ഓപ്പോസിറ്റ് എഴുതിയ, ഇവിടെ 1:2:3 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ 1:3:2 എന്നായി പോകും. മനസ്സിലായോ? അങ്ങനെ മാറാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആദ്യം എഴുതിയത്. അതിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എടുത്തിട്ട് റേഷ്യോസ് ഈക്വൽ ആയിട്ട് എടുത്തത്. ഇതില് ഇതും നമുക്ക് എന്താണ്? ആവശ്യമില്ല. കാരണം എന്താണ്? ഈ ഇക്വേഷനിൽ ആവശ്യമില്ലാത്ത ആള്, അയാളെ ക്യാൻസൽ ചെയ്തു. ബാലൻസ് ആൾക്കാരുകൾ എടുത്തു. റേഷ്യോസ് കളയുമ്പോ ബൈ ഇട്ട് എഴുതാം. ഓക്കെ ആണോ? ക്രോസ് ചെയ്ത് എഴുതാ, കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാ. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്ന് കിട്ടി. ഒന്നാമത്തെ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ പ്രൂവ് ചെയ്യാൻ മറക്കണ്ട. സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ, ലംബമായി വരയ്ക്കുന്ന വര ഇതിനെന്ത് ചെയ്യും? ബൈസെക്ട്, സമഭാഗം ചെയ്യും. ഈ കഷ്ണവും തുല്യം. അപ്പോ ഇയാൾക്ക് പകരം, പി ഡിക്ക് പകരം എന്ത് കൊടുക്കുക? പി സി എന്ന് കൊടുക്കാം. നമുക്ക് കിട്ടും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? വെരി ഇമ്പോർട്ടന്റ്. പ്രൂഫ് ഇപ്പോ റെയർ ആയിട്ട് ചോദിക്കാറുള്ളൂ. പക്ഷെ ഈ ഫിഗർ കാണുമ്പോ അളവുകൾ തന്നിട്ട് പ്രോബ്ലം ചോദിക്കാറുണ്ട്. പറയാം, ഇനി കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തിട്ട് പറയുന്നതാണ് നല്ലത്. CD എന്നൊക്കെ അടയാളപ്പെടുത്തിയ ഇത് 4 തരും, ഇത് 2 തരും, ചിലപ്പോ ഈ ചെറിയ അളവ് 3 എന്നൊക്കെ തരും. അപ്പോൾ ഈ ഫിഗർ കാണുമ്പോൾ എൻ്റെ മക്കളുടെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് പി എ ഇൻറ്റു പി ബി സമം പി സി സ്ക്വയർ എന്നാണ്. എന്തേ ഇത് വരാത്തതെന്നൊക്കെ ഉള്ളത് അടുത്തടുത്ത സെക്ഷനായിട്ട് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചു തരാം. ഡീലാണോ? ഓക്കെ അല്ലേ? ഇത് ഓക്കെ അല്ലേ? ഇങ്ങനെ വന്നാൽ ട്രയാങ്കിൾ
സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, റേഷ്യോസ് സെയിം ആയിട്ട് എടുക്കണം, കാര്യങ്ങൾ ക്രോസ് ഒക്കെ ചെയ്യുക, ഈ സംഭവങ്ങൾ കിട്ടിക്കോളും. ഓക്കെ ഓക്കെ അല്ലേ? എല്ലാവരും നീറ്റായിട്ട് എഴുതിക്കോ കേട്ടോ. നീറ്റായി എഴുതാം. ഇക്വൽ ടു പി സി ഇൻറ്റു പി ഡി, പി എ ഇൻറ്റു പി ബി ഇക്വൽ ടു പി സി സ്ക്വയർ. പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിക്കുവാണെങ്കിൽ തെളിയിക്കുക. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സൈഡിലായിട്ട് ഒരു ആരോ വരച്ചിട്ടൊക്കെ എഴുതിക്കോ. ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വന്നാൽ, തെളിയിക്കാൻ വന്നാൽ, ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ വന്നാൽ, തെളിയിക്കാൻ വന്നാൽ രണ്ട് ത്രികോണങ്ങൾ കൺസിഡർ ചെയ്യണം, രണ്ട് ത്രികോണങ്ങൾ പരിഗണിക്കണം, അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങൾ എടുക്കണം, രണ്ട് ട്രയാങ്കിൾ എടുക്കണം. എടാ ഇങ്ങനെ എഴുതിക്കോ, ഇവ സൈഡായി വരുന്ന രണ്ട് ത്രികോണങ്ങൾ എടുക്കണം. അങ്ങനെ എഴുത്, ഇവ സൈഡായി വരുന്ന രണ്ട് ത്രികോണങ്ങൾ എടുക്കണം. ഇവ സൈഡായി വരുന്ന രണ്ട് ത്രികോണങ്ങൾ എടുക്കണം. ഓക്കെ, സിമിലർ ആണെന്ന് തെളിയിക്കണം, സദൃശ്യമാണെന്ന് തെളിയിക്കണം. എഴുതി വെച്ചോട്ടാ. എപ്പ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാലും സിമിലർ, സദൃശ്യമാണെന്ന് തെളിയിക്കണം. ദേ ഇങ്ങനെയും വരൂട്ടെ. ചിലപ്പോ നോക്കിയേ, പി എ ഇൻറ്റു പി ബി ഇസിക്കൽ ടു ആർ സ്ക്വയർ എന്നൊക്കെ വരും. അപ്പോഴും ഈ ലോജിക്ക് തന്നെയാണെന്ന് ആലോചിക്കണം. ചിലപ്പോൾ സി എ ഇൻറ്റു സി ഡി ഇസിക്കൽ ടു ആർ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ പറയാം. ഇങ്ങനത്തെ കുറെ ചെയ്യാനുണ്ട്, കുറച്ചധികം പ്രോബ്ലങ്ങൾ ചെയ്യാനുണ്ട് നമുക്ക്. ഓക്കെ അല്ലേ? ഡീലാണല്ലോ. എല്ലാവരും ഡോട്ടർ ലൈൻ ഇട്ടെ. ഡോട്ടർ ലൈൻ ഇട്. എക്സും വൈ ഒക്കെ അടയാളപ്പെടുത്താം. അതിന് മുന്നേ ഡോട്ടർ ലൈൻ ഇടാം. സർക്കിൾ വരച്ചിട്ട് പി എന്നൊക്കെ അടയാളപ്പെടുത്താം. ഇത് പി ആണ് ട്ടാ. ഈ പോയിന്റ് പി സെന്ററിൽ കൂടി കടന്നു പോണോ ട്ടാ. ഓക്കെ ആണോ? എഴുതിക്കോ എല്ലാവരും. ഫസ്റ്റ് എഴുതാം. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ. കൺസിഡർ ട്രയാങ്കിൾ എ പി സി കോമ ട്രയാങ്കിൾ ബി പി ഡി. ത്രികോണം എ പി സി, ത്രികോണം ബി പി ഡി പരിഗണിച്ചാൽ. കൺസിഡർ ട്രയാങ്കിൾ എ പി സി കോമ ട്രയാങ്കിൾ ബി പി ഡി. ത്രികോണം എ പി സി ബി പി ഡി പരിഗണിച്ചാൽ. എഴുതിയോ? ഓക്കെ, സിമിലർ ആണെന്നാണ് ആക്കാൻ പോണത്. കോണുകൾ തുല്യമായിട്ട് കൊണ്ടുവരണം. അപ്പൊ ആദ്യം തന്നെ എഴുതിക്കോ, ആംഗിൾ എ പി സി ഇസിക്കൽ ടു എ പി സി, ആംഗിൾ ബി പി ഡി ഇസിക്കൽ ടു 90 ഡിഗ്രി. ബ്രാക്കറ്റിൽ എഴുതാം, ഗിവൺ, തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഗിവൺ, തന്നിട്ടുണ്ട്. എഴുതിയോ? ഡീലാണോ? ഒന്നാമത്തെ കാര്യം ഓക്കെ. ഒരെണ്ണം 90, ഒരെണ്ണം 90. ഇനി എഴുതിക്കോ, ഒരു ഡോട്ടർ ലൈൻ വേണമെങ്കിൽ, ഡോട്ടർ അല്ല ഡാർക്ക് ചെയ്തിട്ടാലും കുഴപ്പമില്ല. കൺസിഡർ കോഡ് സി ബി. ഞാൻ സി ബി പരിഗണിച്ചാൽ. കൺസിഡർ കോഡ് സി ബി. ഞാൻ സി ബി പരിഗണിച്ചാൽ. എഴുതിയോ? ആംഗിൾ എ ഇസിക്കൽ ടു ആംഗിൾ ഡി. എയും ഡിയും തുല്യം. വേണമെങ്കിൽ എക്സ് എന്ന് എടുത്തോ. എയും ഡിയും തുല്യം. എക്സ് എന്ന് എടുക്കാം. കിട്ടിയോ? കാരണം എന്താണ് രണ്ടും തുല്യമാവാൻ? എഴുതിക്കോ, ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്സ് ഓഫ് ദി സർക്കിൾസ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. ആംഗിൾസ് ഇൻ ദി സെയിം സെഗ്മെന്റ്സ് ഓഫ് ദി സർക്കിൾസ് ആർ ഈക്വൽ. ഒരേ വൃത്തഖണ്ഡത്തിലെ കോണുകൾ തുല്യം. ഓക്കെ ആണോ? രണ്ട് ആംഗിൾ തുല്യമില്ലേ? മൂന്നാമത്തെ തുല്യമായിട്ട് വന്നോളൂല്ലേ? എഴുതിക്കോ, ഇൻ എ ടു ട്രയാങ്കിൾ, ഇൻ എ ടു ട്രയാങ്കിൾ ടു ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായതിനാൽ, ഇൻ എ ടു ട്രയാങ്കിൾ ടു ആംഗിൾസ് ആർ ഈക്വൽ. രണ്ട് ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായതിനാൽ.
In a two triangle, two angles are equal. രണ്ട് ത്രികോണത്തിലെ രണ്ട് കോണുകൾ തുല്യമായതിനാൽ എന്ത് വരും? Its third angle also equal. ഇതിന്റെ മൂന്നാമത്തെ കോണും തുല്യമാണ്. In a its third angle also equal. ഇതിന്റെ മൂന്നാമത്തെ കോണും തുല്യമാണ്. ഓക്കെ ആണോ? എഴുതിയോ അത്രയും? മൂന്ന് കോണുകൾ തുല്യമാണെങ്കിൽ എന്താവും? സിമിലർ ആവൂലേ? ഓക്കെ, എന്റെ മക്കൾ എഴുതിക്കോ. 3 angles are equal. താഴേക്ക് എഴുതിക്കോ. മൂന്ന് കോണുകളും തുല്യമായതിനാൽ 3 angles are equal. മൂന്ന് കോണുകളും തുല്യമായതിനാൽ these are similar triangle. ഇവ സദൃശ്യ ത്രികോണങ്ങളാണ്. These are similar triangles. ഇവ സദൃശ്യ ത്രികോണങ്ങളാണ്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതണ്ട കേട്ടോ. പരീക്ഷക്കൊക്കെ എഴുതുമ്പോ വെറുതെ സിമ്പിൾ ആയിട്ട് എഴുതാവുന്നുള്ളൂ. അടയാളപ്പെടുത്തി എഴുതി പോയാലും മതി. ഓക്കെ, എന്നിട്ട് എഴുതിക്കോ. Its sides are proportional. ഇവയുടെ വശങ്ങൾ ആനുപാതികമാണ്. Its sides are proportional. ഇവയുടെ വശങ്ങൾ ആനുപാതികമാണ്. Its sides are proportional. ഇവയുടെ വശങ്ങൾ ആനുപാതികമാണ്. ബ്രാക്കറ്റിൽ എഴുതാം. എന്തെഴുതാം? സെയിം റേഷ്യോസ്, ഒരേ അംശബന്ധം. സെയിം റേഷ്യോസ്, ഒരേ അംശബന്ധം. ശരിക്കും ഇവിടെ വരേണ്ടത് 90 - x, ഇവിടെയും 90 - x എന്നാണ് വരേണ്ടത്. ഞാൻ അങ്ങനെ ഒന്നും എഴുതുന്നില്ല. ഇവിടെ y എന്നും ഇവിടെ y എന്നും കാണിച്ചോ. ഈക്വൽ ആയിട്ടുള്ളത് ഏതാണെന്ന് മനസ്സിലാക്കിയാൽ മതി. 90 ആണ് 90 ആണ്, ഇത് രണ്ടും തുല്യം. x ആണ് x ആണ്, ഇത് രണ്ടും തുല്യം. ഇത് y ആണ് y ആണ്, ഇത് രണ്ടും തുല്യം. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഇത്രയും കിട്ടിയല്ലോ? നീറ്റായിട്ട് കിട്ടിയില്ലേ? ഇനി നമുക്ക് തെറ്റാതെ എഴുതണം. എഴുതിക്കോ. ഏത് ട്രയാങ്കിൾ വേണമെങ്കിലും ആദ്യവും രണ്ടാമതും എടുക്കാം. ഓക്കെ. ഞാനിപ്പോ ചെറുതെടുക്കാം. നമുക്ക് ചെറുതെടുക്കുമ്പോ ഇത് നേരിട്ട് വന്നോളും. തെറ്റൊന്നുമില്ലാട്ടോ. ഇങ്ങനെ എടുത്താലും തെറ്റൊന്നുമില്ലാട്ടോ. കേട്ടാ? ഞാൻ ഈ ചെറുതെടുക്കുന്ന എന്താന്ന് വെച്ചാൽ ക്രോസ് ചെയ്യുമ്പോ PA × PB ഇപ്പുറത്ത് വന്നോളും. ഡീലാണാ? ഇങ്ങനെ ചെയ്താലും തെറ്റില്ലട്ടാ. പറഞ്ഞതാണ്. അപ്പൊ എഴുതിക്കോ. എങ്ങനെ ചെയ്താലും തെറ്റില്ല. ഞാൻ ഇനി കോംപ്ലിക്കേറ്റഡ് ആവണ്ടെന്ന് വെച്ച് പറഞ്ഞു മാത്രമേ ഉള്ളൂ. എഴുതിക്കോ. ട്രയാങ്കിൾ BPD, ട്രയാങ്കിൾ APC. വലുതും ചെറുതും എടുക്കാം. ഇവിടെ x ഉണ്ട്, y ഉണ്ട്, 90 ഡിഗ്രി ഉണ്ട്. ഇവിടെയും എക്സും വൈയും 90 ഡിഗ്രി തന്നെ. ഒരു പ്രൂഫ് അങ്ങോട്ട് കയറ്റി പറഞ്ഞിട്ടതാണ് കേട്ടോ. ടെസ്റ്റില് സോൾവ് ചെയ്തിട്ടിട്ടുണ്ട് അവര്. അത് തന്നെ, ആ സംഭവത്തിന്റെ തന്നെയാണ്. 2 chords എന്ന് പറഞ്ഞു തുടങ്ങിയേക്കുന്നത്. എഴുതാം. എക്സിന് എതിരെ ഉള്ള സൈഡ്, ചെറുതിൽ എക്സിനെതിരെ PB ആണ്. ഈസ് റേഷ്യോസ് സെയിം ആയിട്ട് വരും. അടുത്തായിരിക്കോ. വൈക്ക് ഓപ്പോസിറ്റ് PD ആണ്. ഈസ് 90 ഓപ്പോസിറ്റ് BD ആണ്. ഇസ് ഈക്വൽ ടു റേഷ്യോസ് തുല്യം. 1:2:3 അല്ലെങ്കിൽ 3:4:5 ആണെങ്കിൽ ഇവിടെയും 3:4:5 തന്നെ കിട്ടും. എക്സിനെതിരെ PC പറഞ്ഞു എഴുതിട്ടാ. വൈക്ക് ഓപ്പോസിറ്റ് PA, 90 ഓപ്പോസിറ്റ് AC. ഇത് രണ്ടും റൗണ്ട് ചെയ്തിട്ടോ. പ്രൂവ് ചെയ്യാൻ ഇത് വേണ്ട. കാരണം എന്താണ്? ക്വസ്റ്റ്യനിൽ ഇതിന്റെ ആവശ്യമില്ല. മനസ്സിലാവണോട്ടോ? PAയും PBയും PCയും PD ആവശ്യമുള്ളൂ. കിട്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിക്ക് എഴുതിട്ടോ. എനിക്ക് മനസ്സിലാവും ഇത് രണ്ടും വേണ്ടായിരുന്നു എന്ന് ക്വസ്റ്റ്യൻ നോക്കുമ്പോ. അതുപോലെ നിങ്ങൾക്കും മനസ്സിലാവുന്ന രീതിക്ക് എഴുതിട്ടോ. എന്താണ്? PCയും PAയും PDയും PDയും അല്ലെങ്കിൽ PA × PB = PC × PD. ഇതിൽ ACയും BDയും വേണ്ട. എഴുതിട്ടോ. ഇനി എഴുതിക്കോ. റേഷ്യോസ് കളയുമ്പോ ബൈ ഇട്ട് അല്ലെങ്കിൽ താഴേക്ക് എഴുതിക്കോ. PB = PD. ഒരു സ്റ്റെപ്പും കൂടി കിടക്കട്ടെ, അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. PC = PA. ഇത് കളഞ്ഞു, ഇത് വേണ്ട. എഴുതി പോകുന്നു. PB / PD = റേഷ്യോ കളയുമ്പോ ബൈ ഇട്ട് എഴുതാം. PC / PA. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും ക്രോസ് ചെയ്യണം.
കണ്ടോ, അപ്പുറത്തോട്ടും ഇൻറ്റു ചെയ്യാ, ഇപ്പുറത്തോട്ടും ഇൻറ്റു ചെയ്യാ. സമത്തിന്റെ അപ്പുറവും ഇപ്പുറവും വന്നു കഴിഞ്ഞാൽ ക്രോസ് ചെയ്തോ. പി എ ഇൻറ്റു പി ബി സിക്കൽ ടു പി സി ഇൻറ്റു പി ഡി. ഫസ്റ്റത്തെ പ്രൂവ് ചെയ്തു. ഒരു വര അങ്ങോട്ട് വരച്ചിട്ടോ, അല്ലെങ്കിൽ 2 വര വരച്ചിട്ടാലും കുഴപ്പമില്ല. ഫസ്റ്റത്തെ പ്രൂവ് ചെയ്തു. ഓക്കെ ആണോ? ഓക്കെ. ഇനി അടുത്തത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം എഴുതിക്കോ കേട്ടോ. ഇൻ ദ ഫിഗർ, ചിത്രത്തിൽ ചിത്രത്തിൽ AP perpendicular to CD. AP perpendicular to CD. വെറുതെ AP ലംബമാണ് CD. എഴുതിയോ? ഓക്കെ. AB is a diameter. AB വ്യാസവുമാണ്. എന്നിട്ട് എഴുതിക്കോ. The perpendicular center to the chord, the perpendicular from center to the chord, the perpendicular from center to the chord passing through the midpoint. വൃത്തകേന്ദ്രത്തിൽ നിന്ന് ലംബമായി വരയ്ക്കുന്ന വര ഞാണിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു. പാസിംഗ് ത്രൂ ദ മിഡ് പോയിന്റ് ഓഫ് ദി കോഡ്. ഞാണിന്റെ മധ്യബിന്ദുവിലൂടെ കടന്നു പോകുന്നു. എടാ, ഇത് മിഡ് പോയിന്റ് ആണെങ്കിൽ ഈ 2 കഷ്ണം തുല്യമല്ലേ? അല്ലേ? തെറ്റിക്കരുതട്ടാ, മനസ്സിലുണ്ടായാൽ മതി. ഈ കഥകളൊന്നും പ്രത്യേകിച്ച് എഴുതണ്ട. Therefore, PC is equal to PD. PC is equal to PD. ഒരു പ്രാവശ്യവും കൂടി എഴുതാം. ഒറ്റ പ്രാവശ്യവും കൂടി അത് എടുത്തെഴുതാ. PA ഇൻറ്റു PB is equal to PC ഇൻറ്റു PD. സൈഡില് അല്ല, PC is equal to PD എന്ന് എഴുതാം. PA ഇൻറ്റു PB is equal to PC ഇൻറ്റു ഇയാൾക്ക് പകരം PC എന്ന് തന്നെ കൊടുക്കാം. രണ്ടും തുല്യം. PA ഇൻറ്റു PB is equal to PC square. PA into PB is equal to PC square. PA into PB is equal to PC square. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? പറഞ്ഞോട്ടെ. മരിച്ചു പഠിക്കൊന്നും വേണ്ടണ്ട. ഞാനിത് പ്രൂഫായിട്ട് ഇട്ട് വെച്ചേക്കുന്നതാണ്. ഇനി പ്രോബ്ലങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരുകൾ ഇനിയും ആവശ്യം വരും. ആൾക്കാരുകളെ ഇനിയും ആവശ്യം വരും. നോക്കിക്കോ, നിങ്ങൾ അടുത്ത എക്സസൈസിലാ ആദ്യത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ തെളിയിക്കാനായിട്ടായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോണത്. ഓക്കെ. അപ്പൊ കാര്യങ്ങൾ നീറ്റായിട്ട് ചെയ്തു പോകാനുള്ളതാണ്. അപ്പൊ എന്റെ മക്കൾ ആലോചിച്ചോ, വേഗം പറഞ്ഞേ. ഇങ്ങനെയെല്ലാം പ്രൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്തേ സാറേ. ആദർശ്, വേഗം ഒന്ന് പറഞ്ഞോ. ഇങ്ങനെയെല്ലാം തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം എന്നാണ് പറഞ്ഞത്? 2 ട്രയാങ്കിൾ എടുക്കണം. എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം? പറ. ഇങ്ങനെയെല്ലാം തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം എന്നാണ് പറഞ്ഞത്? സിമിലർ ആണെന്ന് തെളിയിക്കണം. എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം? ഇതും ഇതൊക്കെ എന്തായിട്ട് വരുന്ന ട്രയാങ്കിൾ എടുക്കണം? നല്ല ഇടിയിട്ടൂട്ടല്ലോ. മലയാളത്തിൽ തന്നെ എഴുതി വെക്കാൻ പറഞ്ഞു. ഇതും ഇതൊക്കെ വരുന്ന ഒരു ടാറ്റാൻ്റെ ഒരാളെടുത്ത് കേക്കട്ടാ പറയുന്ന കേക്കട്ടാ. സ്പീഡിൽ പറയാ, എന്നിട്ട് വേണം അടുത്തൊരു കാര്യം കൂടി പറയാൻ. ആരാണ്? അപർണ, വേഗം പറഞ്ഞോട്ടാ. ടാറ്റ എന്നിട്ട് അവള് എഴുതാൻ പോണ. അൺമ്യൂട്ട് ചെയ്താ? ഓപ്ഷൻ വേണില്ലേ? പറഞ്ഞോ. ഇങ്ങനെയെല്ലാം തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ട്രയാങ്കിൾ വേണം? ഇങ്ങനെയെല്ലാം തെളിയിക്കാൻ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം എന്നാണ് പറഞ്ഞത്? 2 സിമിലർ ട്രയാങ്കിൾ എടുക്കണം. ഞാൻ സമ്മതിച്ചു, അതൊക്കെ ഓക്കെ. ട്രയാങ്കിൾ നിനക്ക് എടുക്കണ്ടേ? അത് എങ്ങനെ സെലക്ട് ചെയ്യും? മലയാളം ഞാൻ അവിടെ എഴുതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വായിക്ക്. അടുത്തൊരാളെന്താ സാറേ? ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടണം. ഏതായാലും ഞാൻ ഇവിടുന്ന് പോവില്ല. ആരാണ് സാറേ?
മര്യാദക്ക് പറഞ്ഞു ഇങ്ങനെ എല്ലാം തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം? ആ പിന്നല്ല, ഇത് പറഞ്ഞില്ലെങ്കിലാണ്. ഇതെല്ലാം സൈഡ്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ സെലക്ട് ചെയ്യാം. നോക്ക്, PA വന്നു, PC വന്നു, PD വന്നു, PB വന്നു. ഓക്കെ, എന്നാലേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഡീലാണ്. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കണം. പോയവള് മ്യൂട്ട് ചെയ്താ? മ്യൂട്ട് ചെയ്യല്ലേ. ഈ രണ്ട് ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കണം. ഓക്കെ, സിമിലർ ആണെന്ന് തെളിയിക്കണമെങ്കിൽ ആംഗിൾസ് എങ്ങനെ കൊണ്ടുവരണം? ആംഗിൾസ് എന്തായിട്ട് കൊണ്ടുവരണം? 90 90, X X, Y Y എന്നൊക്കെ പറഞ്ഞപ്പോ ആംഗിൾസ് എന്തായിട്ട് കൊണ്ടുവരണം? അത് സൈഡ്സ്, ആംഗിൾസുകള് അത് തന്നെ വരുവുള്ള 40 50 60 എന്നൊക്കെ വന്നൂടെ? 40 50 എന്നൊക്കെ പറഞ്ഞ വന്നൂടെ? ആംഗിൾസുകൾ ഈക്വൽ ആയിട്ട് കൊണ്ടുവരണം. സൈഡ്സ് എന്തായിരിക്കണം? ഓപ്പോസിറ്റ് സൈഡ്സുകൾ എന്തായിരിക്കണം? കൺഫ്യൂഷൻ. സെയിം റേഷ്യോ ആയിരിക്കണം, പ്രൊപ്പോർഷൻ ആയിരിക്കണം. ഡീൽ. അടുത്തൊരാളും കൂടി അൺമ്യൂട്ട് ചെയ്ത് സാറേ വേഗം പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ ഞാൻ ഇടിക്കും പിടിച്ചാൻ. ആരാണ്? എന്റെ ആൺമക്കൾ ആരെങ്കിലും ഉണ്ടോ? ആഷിഖ്. സമയം കളയാനില്ല കേട്ടോ, പടപടപടാന്ന് പറഞ്ഞ് പറയാം. എനിക്ക് അടുത്ത സെക്ഷൻ പറയാനുള്ളതാണ്. വേഗം പറഞ്ഞു ആഷിഖ്. ഇങ്ങനെയെല്ലാം തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം? പറ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളൊക്കെ 90 തന്നില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യും? നീ വായം വിളിച്ചിരിക്കോ? ആടാ, മലയാളം എഴുതിയത് വായിക്കണം, മുകളിൽ എഴുതിയത് വായിക്കണം. മുകളില് മലയാളത്തിൽ എഴുതിയത് വായിക്കാൻ ഇവിടെ ആരോ ഇട്ടിട്ട് എഴുതിയത്. ഓക്കെ, സമയം കളയാനില്ല, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഞാൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു, 3ാമത്തെ പ്രാവശ്യം ഞാനൊന്നും പറഞ്ഞിടണം. ഇങ്ങനെയെല്ലാം പ്രൂവ് ചെയ്യാൻ വന്നാൽ എന്ത് ചെയ്യണം? ഇത് സൈഡ്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എടുക്കണം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കണം എന്നൊന്നുമല്ല. ഇവിടെ 90 തന്നില്ലെങ്കിലും അങ്ങനത്തെ ട്രയാങ്കിൾ സെലക്ട് ചെയ്യണം. എങ്ങനത്തെ? PAയും PBയും PCയും PDയും വരുന്നത്. 1ാമത്തെ കാര്യം ഓക്കെയാണോ? ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണം, സദൃശമാണെന്ന് തെളിയിക്കണം. സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ ആംഗിൾസ്, കോണുകൾ തുല്യമായിട്ട് കൊണ്ടുവരണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ സിമിലർ ആയാൽ അതിന്റെ സൈഡ്സ് എന്തായിരിക്കും? വശങ്ങൾ. പ്രൊപ്പോർഷൻ, ആനുപാതികം. ഇങ്ങനെ ആലോചിക്കുക, തുല്യമായ കോണുകൾക്ക്, ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയി വരുന്ന സൈഡ്സുകളുടെ റേഷ്യോസ്, അംശബന്ധമാണ് എന്തായിട്ട് വരുന്നത്? ഈക്വൽ ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? റേഷ്യോസ് ആണ് ഈക്വൽ ആയിട്ട് വരുന്നത്. ഡീലാണോ? ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിനെ പ്രൊപ്പോർഷൻ ആണെന്ന് പറയാം. വേണ്ട ആൾക്കാരുകളെ മാത്രം സെലക്ട് ചെയ്യുക. റേഷ്യോസ് കളയുമ്പോ ബൈ ഇട്ട് ചെയ്യുക, ക്രോസ് ചെയ്യുക. 1ാമത്തെ ആള് ഓക്കെ. 2ാമത്തെ ആളെ പ്രൂവ് ചെയ്യാനായിട്ട് സെന്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ, ലംബമായിട്ട് വരയ്ക്കുന്ന വര, ഇതിനെ എന്ത് ചെയ്യും? ബൈസെക്ട്, സമഭാഗം ചെയ്യും. അപ്പോ PC = PD എന്ന് പറയാം. PDക്ക് പകരം എന്ത് കൊടുക്കുക? PC തന്നെ കൊടുക്കുക. PC × PC = PC². ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? സെറ്റ് ആണോ? ഐഡിയ കിട്ടിയോ? ഓക്കെ, ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ചോദിക്കും. എന്താണ്? ഇതുപോലെ എങ്ങാനും പറഞ്ഞില്ലെങ്കിലാണ്. അടുത്ത പ്രോബ്ലം ചെയ്തിട്ട് ഇത് ഞാൻ ചോദിക്കും. തെറ്റിച്ചെങ്ങാനും പറഞ്ഞാലാണ് ചവിട്ടി കൂട്ടും. അപ്പൊ വെറുതെ ഒന്ന് നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യാം. പേജ് നമ്പർ 69, 1ാമത്തെ ക്വസ്റ്റ്യൻ. ഇത് കലക്കും. സോറി, മെസ്സേജ് പറഞ്ഞത് 69 എന്നാണ്. എന്റെ അമ്മേ, 67. 1ാമത്തെ ക്വസ്റ്റ്യൻ. ബോർഡിൽ എഴുതിയിട്ടില്ലെങ്കിലേ ടൈപ്പ് ചെയ്ത് വെച്ചേക്കാണ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേസ്റ്റ് ചെയ്ത് വിടാനായിട്ട്. ഭയങ്കര സ്പീഡാണ് സാറേ, കിങ്സൺ സാറിന്റെ പോലെ. ഞാൻ പറഞ്ഞില്ലേ, കിങ്സൺ സാർ 1990കളിലും 85കളിലും സാറ് ഉപയോഗിച്ചിരുന്ന ഫോണിന്റെ കാര്യം ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു. മറ്റേ കീപാഡ് ഉള്ള ഫോണില്ലേ, അതിൽ നമ്പറും ഇതൊന്നും ഇല്ല. സാറ് പക്ഷെ പുലിയായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിള്ളേരോട്. എന്തായാലും ഇത് ചെയ്യാനുള്ള ഐഡിയയും കിട്ടും. എനിക്ക് പറഞ്ഞു തന്നോട്ടെ ഇനി.
എടാ ആലോചിച്ച് പറയണോട്ടാ, ഇതിൽ 90 ഡിഗ്രി ഒന്നും ഇല്ല. ഓക്കെ, നേരത്തെ ആരാണ് പറഞ്ഞത്? നമ്മുടെ ആഷിഖെ ആലോചിച്ച് പറയണോട്ടോ. ഇങ്ങനെ പറയുമ്പോ തെറ്റിക്കോട്ടെ കേട്ടോ, അത് പ്രശ്നമൊന്നുമല്ല. നിങ്ങൾ വിചാരിക്കും അയ്യോ എന്ത് പറ്റി എന്നൊന്നും വിചാരിക്കണ്ട, തെറ്റിക്കോട്ടെ, അതൊന്നും ഒരു പ്രശ്നമല്ല. ഓക്കെ, ആഷിഖിനെ തന്നെ തരൂ എനിക്ക്. ഓക്കെ മിടുക്ക. ആഷിഖെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് 2 ട്രയാങ്കിളിന്റെ ആംഗിൾസ് ഈക്വൽ ആക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അത് പോട്ടെ, ഞാൻ അത് വിടുകയാണ്, അതവിടെ നിന്നോട്ടെ, ചെയ്യിപ്പിക്കൂട്ടോ, ആരും ഒന്നും എഴുതല്ലേ. PA ഇൻറ്റു PB ഇസിക്കൽ ടു PC ഇൻറ്റു PD എന്ന് തെളിയിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഐഡിയ കിട്ടാനാണ് ട്ടാ. ഇനി ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ തന്നെ ആദ്യം പറയുന്നത്. ബി ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. ആഷിക്ക് ആലോചിച്ച് പറ, ഇത് തെളിയിക്കണമെങ്കിൽ എങ്ങനത്തെ ത്രികോണം എടുക്കണം ഒന്ന് പറഞ്ഞ ആഷിക്ക്. ജോയിന്റ് ചെയ്യണം. എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കേണ്ടി വരും? ഇതെല്ലാം സൈഡ്സ് ആയിട്ട് വരുന്ന ട്രയാങ്കിൾ എടുക്കണം. കണ്ടോ, അതാണ് ആദ്യം മനസ്സിലാവേണ്ടത്. ഓക്കെ, ആഷിക്കപ്പ് ഒന്ന് പറഞ്ഞേ, ഈ PA വന്നം, PB വന്നം, PC വന്നം, PD വരുന്ന ട്രയാങ്കിൾ എടുക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി PAയും PCയും കിട്ടാൻ ഏത് ട്രയാങ്കിൾ എടുക്കണം? ഇങ്ങനെ ജോയിൻ ചെയ്താൽ പോരെ? അപ്പൊ കണ്ടോ, അപ്പൊ ഓക്കെയാണ്. PAയും കിട്ടും PCയും കിട്ടും, വലിയ ത്രികോണം എടുക്കണം. ഇനി PBയും PDയും കിട്ടാൻ എങ്ങനത്തെ ട്രയാങ്കിൾ എടുക്കണം പറഞ്ഞേ? മിടുക്കൻ. കണ്ടോ, ഡിയും ബിയും കൂടിയും ജോയിൻ ചെയ്യണം. ഐഡിയ കണ്ടോ? അപ്പൊ ഏതൊക്കെയാണ് എടുക്കേണ്ടത്? വലുതും എടുക്കണം, ചെറുതും എടുക്കണം. സെറ്റാണ് ആഷിക്ക്? ഓക്കെ ആണോ? ഇതിൽ 90 ഡിഗ്രി ഉണ്ടാടോ ആഷിക്ക്? അങ്ങനെ ഒന്നുമില്ല. ക്ലിയർ ആയോ? ഇനി ഈ 2 ട്രയാങ്കിൾ എന്താണെന്ന് തെളിയിക്കേണ്ടി വരും ഒന്ന് പറഞ്ഞു തന്നെ. പോടാ, ആ ലൈൻസ് ആണടാ. ഇത് തെളിയിക്കണമെങ്കിൽ ആ 2 ട്രയാങ്കിൾ ത്രികോണങ്ങൾ എന്താണെന്ന് തെളിയിക്കണം. അതും കൂടി കിട്ടിയാൽ മതി. ഈക്വൽ അല്ല, പ്രൊപ്പോർഷൻ ആണെന്നല്ല, സിമിലർ, സദൃശ്യമാണെന്ന് തെളിയിക്കണം. ഓക്കെ ആണോ? സിമിലർ ആണെങ്കിൽ അത് പ്രൊപ്പോർഷൻ ആയിക്കോളും, കാര്യങ്ങൾ ഓൾറെഡി സാധാരണ പോലെ ആയിക്കോളും. ഡീലാണോ? കിട്ടിയാ? ഓക്കെ, ഇവൻ പറഞ്ഞപ്പോ എല്ലാവർക്കും ഏകദേശം ഐഡിയ കിട്ടിയെന്ന് ഓക്കെ ആണോ? ഓക്കെ, ഞാൻ ഇതെല്ലാം ചെയ്യിപ്പിക്കാൻ പോണു, ഫസ്റ്റത്തെ തന്നെയാണ് ചെയ്യിപ്പിക്കാൻ പോണത്. അവരിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, 2 ത്രികോണം എടുക്കൂ, 2ന്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് കാണിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ എന്നിട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ തന്നേക്കുന്നത്. സെറ്റ് അല്ലേ? ചെയ്തു പോവാം നമുക്കെന്നാ. ഓക്കെ, ഞാൻ ഇതിനെ കയറ്റി പിടിച്ചത് എന്തിനാന്ന് മനസ്സിലായോ? എന്തിനാണെന്ന് കയറ്റി പിടിച്ചത്? ഡീലാണോ? ഓക്കെ, തുടങ്ങാം നമുക്കപ്പം. എന്റെ മക്കള് ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടോ. ട്രയാങ്കിൾ APCയുടെയും ട്രയാങ്കിൾ BPDയുടെ ആംഗിൾസ് എന്താണെന്ന് തെളിയിക്കണം, ഈക്വൽ ആണെന്ന് തെളിയിക്കണം. ജസ്റ്റ് ഒന്ന് എഴുതിക്കോ. പ്രൂവ് ദാറ്റ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ APC, ട്രയാങ്കിൾ BPD ആർ സെയിം. ഈ 2 ത്രികോണങ്ങളുടെ കോണുകൾ തുല്യമാണെന്ന് തെളിയിക്കുക. അത്ര എഴുതിയാൽ മതി സബ് ക്വസ്റ്റ്യൻ ആയിട്ട്. ഒരാൾ അൺമ്യൂട്ട് ചെയ്തൊരു സാറേ. ആ ഫസ്റ്റത്തേല് രണ്ടാമതിരിക്കുന്ന ആളെന്ന് തന്നെ കൂടാരുണ്ട്. ആ ഓക്കെ, ആരാണ്? ഇവളുടെ റവാൻ അല്ലേ? എന്തെങ്കിലും ആവട്ടെ, പേരൊക്കെ എന്തെങ്കിലും ആവട്ടെ. ഓക്കെ, നീ എനിക്ക് പറഞ്ഞു തന്നോ അടിപൊളി പേര്. 2 ട്രയാങ്കിൾ എടുത്തു, ആംഗിൾ 3 കോണുകളും തുല്യമാണെന്ന് തെളിയിക്കണം കേട്ടോ. നീ ഒന്ന് പറഞ്ഞു തന്നെ. ആദ്യം പറയാ, ആംഗിൾ P ഇസിക്കൽ ടു ആംഗിൾ P. ശരിയാണോ? കാരണം എന്താണ്? കോമൺ ആംഗിൾ എന്ന് പറയാം, പൊതുകോണം എന്ന് പറയാം. ഡീലല്ലേ? എല്ലാവർക്കും ഓക്കെ ആണല്ലോ? അപ്പൊ എല്ലാവരും എഴുതിക്കോ ആംഗിൾ P ഇസിക്കൽ ടു ആംഗിൾ P. നീ എഴുതിക്കോ കോമൺ ആംഗിൾ, പൊതുകോൺ, പൊതുവായിട്ടുള്ള ആംഗിൾ. എല്ലാവരും എഴുതണോ കേട്ടോ? ഞാനൊരു കാര്യം പറയണേ, ആലോചിച്ചു പറയണോ കേട്ടോ? ആലോചിച്ചു പറയണേ. ഇത് ഞാൻ X ഡിഗ്രി എടുത്തെന്ന് വിചാരിക്കും. ഇത് എത്രയായിരിക്കും?
180 മൈനസ് എക്സ്. ഓക്കെ, സമ്മതിച്ചു. ഇത് എത്രയായിരിക്കും? കാരണം ഇത് രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടണം. സൂപ്പർ, അടിപൊളി. ഞാനൊരു കാര്യം ചോദിച്ചേക്കട്ടെ. വലിയ ത്രികോണം എടുത്തു, അതില് ഒരാംഗിൾ പി ആണ്, ഒരാംഗിൾ എക്സ് ആണ്. ചെറിയ ട്രയാംഗിൾ എടുത്തു, ഒരാംഗിൾ പി ആണ്, ഒരാംഗിൾ എക്സ് ആണ്. അപ്പൊ ഓൾറെഡി രണ്ടാമത്തെ ആംഗിൾ ഈക്വൽ ആവൂലേ? ആകൂല്ലേ? രണ്ടെണ്ണം തുല്യമായാൽ മൂന്നാമത്തെ ഈക്വൽ ആവൂലേ എന്നാണ് എന്റെ ചോദ്യം. ആകോ? ഓക്കെ ആണല്ലോ? ഡീലല്ലേ? അപ്പൊ രണ്ടും സിമിലർ ആണല്ലോ? ഓക്കെ അല്ലേ? സെറ്റ് ആണല്ലോ? ഓക്കെ, അടിപൊളി. ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇത് ഞാനായിട്ട് എക്സ് എന്ന് എടുത്തു. ഇത് 180 മൈനസ് എക്സ്. കാരണം എന്താടാ ഒന്ന് പറഞ്ഞെന്നറിവാന്? 180 മൈനസ് എക്സ് വരാനുള്ള ലീനിയർ പെയർ, രേഖീയ ജോഡിയാണ്. ഇവിടെ എക്സ് വരാനുള്ള കാര്യം ഇത് രണ്ടും കൂടി കൂട്ടുമ്പോ 180 കിട്ടണം. അതാരാണ്? അതിന്റെ കാരണം എന്താണ്? റീസൺ എന്ത് കോഡിലാട്രൽ? സൈക്ലിക് കോഡിലാറ്ററൽ, ചക്രീയ ചതുർഭുജം. ഓക്കെ അല്ലേ? സൈക്ലിക് കോഡിലാറ്ററൽ ആണ്. മിടുക്കത്തി, സൂപ്പർ ഡം. രണ്ടുപേരും വന്നോണ്ട് വാപ്പിച്ചു ഉമ്മിച്ചു എല്ലാവരും വന്നോ അടുത്ത്? ഓക്കെ, അപ്പോ വേഗം എഴുതിക്കോ. എല്ലാവരും എഴുതാം, എടുത്തെഴുതിക്കോ കേട്ടോ. ആംഗിൾ പി ഈക്വൽ ടു ആംഗിൾ പി ഞാൻ വെറുതെ നോക്കിയതാണ്ടോ. പി പി ഡി ബി പി ഡി എഴുതിക്കോ. ആംഗിൾ എ പി സിയും ബി പി ഡി അല്ല എടുത്തത്. ഒന്നിങ്ങനെ എഴുതി വെച്ചോ കേട്ടോ. മുകളിൽ വേണമെങ്കിൽ എഴുതിക്കോ. ഇതിന്റെ മുകളിലായിട്ട് എഴുതണമായിരുന്നു കൺസിഡർ ട്രയാങ്കിൾ ബി പി ഡി കോമ ട്രയാങ്കിൾ എ പി സി. അത് മാത്രം ഒന്ന് എഴുതി വെച്ചോ. ത്രികോണം ബി പി ഡി എ പി സി പരിഗണിച്ചാൽ ആദ്യം എഴുതി ആംഗിൾ പി സമം ആംഗിൾ പി എഴുതി, കോമൺ ആംഗിൾ പൊതുകോൺ. ഇനി എടുത്ത് എഴുതിക്കോ. ആംഗിൾ പി ഡി പി, ആംഗിൾ പി ഡി ബി ഇസ് ഈക്വൽ ടു, വലുതിലുള്ളത് എഴുതിക്കോട്ടെ. വലുതിലുള്ളത് ഏതാണ്? പി എ സി, ആംഗിൾ പി എ സി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. എഴുതിട്ടാ, എഴുത്, അടയാളപ്പെടുത്താ. ഇത് എക്സ് ആണ്, ഇത് 180 മൈനസ് എക്സ്, ഇത് എക്സ്. എഴുതി വെക്ക്, ഫിഗറിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. കിട്ടിയോ? സെറ്റ് അല്ലേ? ഞാനൊരു കാര്യം ചോദിച്ചേക്കട്ടെ. ഇത് y എടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വരും? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സാറ്, വെറുതെ അറിയാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോ, ആരാണ്? സാഹിലെ പറഞ്ഞടാ. ഇത് y എടുക്കുകയാണെങ്കിൽ ഇതെന്തായിക്കോടാ? മിടുക്കൻ. കാരണം എന്താണ്? ലീനിയർ പെയർ. അപ്പൊ ഇവിടെ എന്തായിട്ട് വരും? y ഡിഗ്രി ആയിട്ട് വരും. സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? വെറുതെ പറഞ്ഞിട്ടെന്ന് മാത്രമേ ഉള്ളൂ ട്ടാ. ഇത് ഞാൻ y എടുത്തു, ഇത് 180 മൈനസ് y, ഇതും y ആയിട്ട് വരും. 3 ആംഗിൾ ഈക്വൽ ആവുമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും എഴുതിക്കോ. അടുത്ത ആംഗിളിന്റെ പേര് എഴുതാം. ആംഗിൾ പി ബി ഡി ഇസ് ഈക്വൽ ടു, പി ബി ഡി ഇസ് ഈക്വൽ ടു വലുതിൽ വരാൻ പോകുന്നത് എ സി പി. ആംഗിൾ അല്ലെങ്കിൽ പി സി എ ഇസ് ഈക്വൽ ടു വൈ ഡിഗ്രി. സോറി ഇസ് ഈക്വൽ ടു വൈ ഡിഗ്രി. സെറ്റ് ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ജസ്റ്റ് എഴുതിക്കോ. ഇൻ എ ടു ട്രയാങ്കിൾ ത്രീ ആംഗിൾസ് ആർ സെയിം. 3 കോണുകളും തുല്യമാണ്. 3 ആംഗിൾസ് ആർ സെയിം. 3 കോണുകളും തുല്യമാണ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? y എന്നൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ശരിക്കും ഒരെണ്ണം കോമൺ ആംഗിൾ ആണ്,
ഒരു ആംഗിൾ നമ്മൾ ഇത് എടുത്തു 180 മൈനസ് ഇതാണ് ഇതിന് തുല്യമായിട്ട് വരുന്നത്. ഓക്കെ അല്ലെ? അടുത്തത് ഇതാണ് ഇതിന് തുല്യമായിട്ട് വരുന്നത്. പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും കിട്ടിയില്ലേ? സെറ്റ് അല്ലേ? ഇനി എടുത്തെഴുതാം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് എഴുതിക്കോ കേട്ടോ. പി എ ഇൻറ്റു പി ബി സിക്കൽ ടു പി സി ഇൻറ്റു പി ഡി തെളിയിക്കണം. ഞാൻ വലിയ കഥകളൊന്നും പറയൂല കേട്ടോ, വലിയ വലിയ സംഭവങ്ങളൊന്നും ഞാൻ ഇതിനകത്ത് പറയൂല. എന്താണ് കാര്യം? രണ്ട് ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചില്ലേ? ഇനി ഓർഡറിൽ എഴുതി പോയാ പോരെ? എഴുതിക്കോ. കൺസിഡർ ട്രയാങ്കിൾ എ പി സി കോമ ട്രയാങ്കിൾ ബി പി ഡി. ത്രികോണം എ പി സി ത്രികോണം ബി പി ഡി പരിഗണിച്ചാൽ three angles are equal, it is a similar triangle. അല്ലെങ്കിൽ angles are equal, it is a similar triangle. കോണുകൾ തുല്യമായതിനാൽ ഇതൊരു സദൃശ ത്രികോണമാണ്. കോണുകൾ തുല്യമായതിനാൽ ഇതൊരു സദൃശ ത്രികോണമാണ്. എഴുതിയാ? കോണുകൾ തുല്യമായതിനാൽ ഇതൊരു സദൃശ ത്രികോണമാണ്. എഴുതില്ലേ? ഈച്ച് സൈഡ്സ് ആർ ആരായിരിക്കും? പ്രൊപ്പോർഷണൽ. ഇവയുടെ വശങ്ങൾ ആനുപാതികമാണ്. എടാ ഇതിൽ ഇനി പ്രത്യേകിച്ച് എഴുതണ്ടാന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തേൽ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തേൽ ഇനി കാര്യങ്ങൾ പറഞ്ഞു പോയാൽ മതി. ഈച്ച് സൈഡ്സ് ആർ പ്രൊപ്പോർഷണൽ. ഇവയുടെ വശങ്ങൾ ആനുപാതികമാണ്. വലുതിലുള്ള ആൾക്കാരുകൾ ഞാൻ എഴുതാണ്. എക്സ് ഉണ്ട്, വൈ ഡിഗ്രി ഉണ്ട്. അല്ലെങ്കിൽ വേണ്ട, എക്സും വൈ എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ ഡൗട്ട് വരുമോ? പിന്നെ പി എന്ന് എഴുതേണ്ടി വരും. എന്തൊക്കെയല്ല ആവട്ടെ. എക്സ് ഉണ്ട്, വൈ ഉണ്ട്, ആംഗിൾ പി ഉണ്ട്. ഡൗട്ട് എഴുതിട്ടോ. അടുത്തതിലും സെയിം തന്നെ. എക്സ് വൈ ആംഗിൾ പി കിടക്കട്ടെ. എന്തായാലും ഇങ്ങനെ എടുത്തു, ഇതുപോലെ തന്നെ എഴുതിപ്പോ. കോംപ്ലിക്കേറ്റഡ് ആവരുത്. എക്സിന് പകരം എഴുതിക്കോ. വലുതിൽ എക്സിന് ഓപ്പോസിറ്റ് പി സി ഈസ് ടു വൈക്ക് ഓപ്പോസിറ്റ് പി എ ഈസ് ടു കോൺ പിക്ക് ഓപ്പോസിറ്റ്. വേണ്ട, ആവശ്യമില്ലാത്തതാണ്. എ സി കിടന്നോട്ടെ. അടുത്തൊരാൾ അൺമ്യൂട്ട് ചെയ്ത് സാറേ. ഇസ് ഈക്വൽ ടു റേഷ്യോസ് തുല്യമായിട്ട് എടുക്കാം. ആരാണ് സാറേ? ഷിഫാന. ഷിഫാന കുട്ടീനൊക്കെ കണ്ടിട്ട് കുറച്ചാളെ. ഷിഫാന കുട്ടി പറ. ഷിഫാന കുട്ടി എക്സിന് ഓപ്പോസിറ്റ് ഇതില് ബി പി എന്ന് പറയല്ലേ, പി വെച്ചിട്ട് പറ. പിയിൽ തുടങ്ങും. പി ബി ഈസ് ടു വൈക്ക് ഓപ്പോസിറ്റ് പി ഡി മിടുക്കത്തി ഈസ് ടു പിക്ക് ഓപ്പോസിറ്റ് ബി ഡി. ഓക്കെ, ബി ഡി. ഇത്രയും കിട്ടിയോ? ഏതൊക്കെയാണ് വേണ്ടാത്തത് ഒന്ന് നോക്കിയേ. പ്രൂവ് ചെയ്യാൻ ഇതൊക്കെ വേണം. ഏത് വേണ്ട? പിന്നല്ല, എ സിയും ബി ഡിയും വേണ്ട. മിടുക്കത്തി, സൂപ്പർ. ബാലൻസ് ഉള്ളത് എഴുതാം. പി സി ഈസ് ടു പി എ ഈസ് ഈക്വൽ ടു പി ബി ഈസ് ടു പി ഡി. റേഷ്യോ കളയുമ്പോൾ എന്തിട്ട് എഴുതും? ഇസ് ഈക്വൽ ടു അല്ല, റേഷ്യോ അംശബന്ധം കളയുമ്പോ ബൈ ഇട്ട് എഴുതും. മിടുക്കത്തി. പി സി ഡിവൈഡഡ് ബൈ പി എ ഈസ് ഈക്വൽ ടു പി ബി ഡിവൈഡഡ് ബൈ പി ഡി. സമത്തിന്റെ അപ്പുറം ഇപ്പുറം വന്നാൽ എന്ത് ചെയ്യും? ക്രോസ് ചെയ്യും. പിന്നല്ല, പി സി ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു പി എ ഇൻറ്റു പി ബി. തെളിഞ്ഞു. ഈ തെളിഞ്ഞ ആളെ ഞാനൊന്ന് മറിച്ചിടണേ, ഒരു കുഴപ്പമില്ല. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഇതിവിടെ ചെയ്തത് കൊണ്ടാണ് ഇവിടെ കഥ പറയാഞ്ഞതിന്റെ കാര്യം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെ തെളിയിക്കാൻ വന്നാൽ ഇത് സൈഡ്സ് ആയിട്ട് വരുന്ന രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. രണ്ട് ട്രയാങ്കിളും സിമിലർ സദൃശമാണെന്ന് തെളിയിക്കുക. സദൃശമാണെങ്കിൽ അതിന്റെ സൈഡ്സ് വശങ്ങൾ എന്തായിരിക്കും? പ്രൊപ്പോർഷൻ ആനുപാതികമായിരിക്കും. ആനുപാതികം മീൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിം റേഷ്യോസ് മനസ്സിലുണ്ടാകണം. തുല്യമായ ആംഗിൾസിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സിന്റെ റേഷ്യോസ് എന്തായിട്ട് വരുള്ളൂ? സെയിം ആയിട്ട് വരുള്ളൂ. ഓക്കെ ആണോ? വേണ്ട ആളെ സെലക്ട് ചെയ്യുക, വേണ്ടാത്ത ആളെ തട്ടിക്കളയാ. റേഷ്യോസുകൾ ബൈ ഇട്ട് എഴുതാം. തകർത്ത് തരിപ്പണം നോക്കാം. ഡീലാണാ? എല്ലാവർക്കും ഡീലാണാ? ക്ലിയർ ആയോ? മറക്കരുത് കേട്ടോ. ഇത് വന്ന 4 മാർക്കിനെ കേട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇടക്ക് ചോദിക്കാറുണ്ട്. റെയർ എന്നല്ല ഞാൻ പറഞ്ഞത്, ഇടക്ക്. പക്ഷേ ഇത് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലങ്ങൾ, അതായത് അളവ് തന്നിട്ടുള്ള പ്രോബ്ലങ്ങൾ കമ്പൽസറി സ്ഥിരം ചോദിക്കാറുണ്ട്. അവസാനം കുറച്ച് ഫിഗറൊക്കെ വരച്ച് പഠിപ്പിച്ചു തരാം. ഇങ്ങനത്തെ
കൂട്ടിമുട്ടുന്ന പോയിന്റ് പി, ഇയാള് എ, ഇയാള് ബി, ഇയാള് സി, ഇയാള് ഡി. ഇതിനെ കാണുമ്പോൾ ഒരു ഇക്വേഷൻ മനസ്സിൽ ഓർമ്മ വരണം. ഇതാണ് വരേണ്ട ഇക്വേഷൻ. ഇനി പെർപെൻഡിക്കുലർ ലൈൻ പി എ ബി സി ഡി, അപ്പോഴും ഒരു ഇക്വേഷൻ ഓർമ്മ വരണം. ഓക്കെ ആണോ? പി ആൻഡ് പി ബി സമം പി സി സ്ക്വയർ എന്നാണ് വരേണ്ടത്. ഇനി സെന്റർ ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോകും. ഇത് പി, ഇത് സി, ഇത് ഡി, ഇത് എ ബി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പി ആൻഡ് ബി ബി സമം പി സി ഇൻറ്റു ബി ഡി. അങ്ങനെ ഫിഗറുകൾ നമുക്ക് നോക്കാനുണ്ട്. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഒരു സബ് ക്വസ്റ്റ്യനും കൂടി അതിനകത്ത് ചെയ്യാനുണ്ട്. ഓക്കെ, ഒറ്റ സബ് ക്വസ്റ്റ്യനും കൂടിയും. എന്റെ മക്കളൊന്ന് നോക്കിയേ. ഇതൊരു ഐസോസെലസ് ട്രപ്പീസിയം ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കട്ടോ. ഐസോസെലസ് ആണെങ്കിൽ ഞാൻ എല്ലാം അയക്കണേ, കാര്യം ഒന്ന് പറഞ്ഞിടാം, ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒറ്റടിക്ക് ഞാൻ പറയണേ. സോറി, പി ബിയും പി ഡിയും തുല്യമാണെങ്കിൽ, ഇത് രണ്ടും തുല്യമാണെങ്കിൽ ഐസോസെലസ് ട്രപ്പീസിയം ആണെന്ന് തെളിയിക്കുക, സമപാർശ്വ ലംബകമാണെന്ന് തെളിയിക്കുക. ഏത്? എ ബി സി ഡി. ഓക്കെ ആണോ? ഓക്കെ, നോക്കിയേ, ഇത് രണ്ടും തുല്യമാണ്, ഐസോസെലസ് ആണ്. അപ്പോൾ ഇതിനെതിരെ എക്സ് എടുത്താൽ ഇതിനെതിരെ എനിക്ക് എക്സ് എടുക്കാം. ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം തുല്യമാണെന്നും. ഞാൻ പറയാണ് ഇത് 180 മൈനസ് എക്സ്, ഇതും 180 മൈനസ് എക്സ്. അപ്പോ സൈക്ലിക് ആയതുകൊണ്ട് ഇതും എക്സ്, ഇതും എക്സ്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ? ഇത്ര ഓക്കെ ആണല്ലോ? ഇത് രണ്ടും തുല്യമായിട്ട് എടുത്തത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് കേട്ടോ. ഈ വരകൾ തുല്യം. അപ്പൊ ഈ ത്രികോണം രണ്ടു വശം തുല്യമായതുകൊണ്ട് ഐസോസെലസ്, സമപാർശ്വം. അപ്പോ ഇതിനെതിരെ എക്സ് ഞാൻ എടുത്താൽ ഇതിനെതിരെ എക്സ്. ഇത് 180 മൈനസ് എക്സ് ലീനിയർ പെയർ, ഇത് 180 മൈനസ് എക്സ് ലീനിയർ പെയർ. ഓപ്പോസിറ്റ് കൂട്ടുമ്പോൾ 180 കിട്ടുന്നത് കൊണ്ട് ഇത് എക്സ്, ഇത് എക്സ്. ഓക്കെ ആണോ? ഞാൻ എന്റെ മക്കൾ ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിച്ചോട്ടോ. ഇത് രണ്ടും പാരലൽ ആണെന്ന് പറയാൻ എക്സും 180 മൈനസ് എക്സും കൂട്ടിയേ, എക്സ് പ്ലസ് 180 മൈനസ് എക്സ് എത്ര കിട്ടോടാ? 180. ഇതും 180 അല്ലേ? ആണല്ലോ. അപ്പോ ഇങ്ങനെ വരുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? ഒരാളൊന്ന് അൺമ്യൂട്ട് ചെയ്ത്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ 180 കിട്ടുന്നുണ്ട്. ഇങ്ങനെ വരുന്ന ആംഗിൾ തെറ്റിക്കാതെ പറയണോ കേട്ടോ. എന്ത് ആംഗിളാണ്? ആരാണ്? ഇങ്ങനെ കൂട്ടുന്ന ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? സഞ്ജോയ്. ഓക്കെ, ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? പോടാ, പാരലൽ അല്ല എന്നല്ലടാ ഞാൻ ചോദിച്ചത്. നീ ആലോചിച്ച് പറഞ്ഞേ, രണ്ട് വര, അതിനെ മൂന്നാമത് രണ്ട് പാരലൽ ലൈൻ, സോറി പാരലൽ ലൈൻ, തേർഡ് ലൈൻ കട്ട് ചെയ്തു. ഈ ആംഗിളിനെ പറയുന്ന പേരെന്താണ്? ഇത് രണ്ടും അതല്ലടാ. ഐസോസെലസ് എന്നൊക്കെ പ്രൂവ് ചെയ്യണം. ടു പാരലൽ ലൈൻ കട്ട് ബൈ തേർഡ് ലൈൻ. അപ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ഈ രണ്ട് ആംഗിൾസിനെ പറയുന്ന ഒരു പേരുണ്ട്. ഡൗട്ട് ഉണ്ട്? ഒരാളും കൂടി ഒന്നും തന്നെ, ആരെങ്കിലും ഒരാളും കൂടി. നക്ഷത്ര കേട്ടോട്ടാ, എടാ കേക്കണേ. നക്ഷത്ര കുറെ പേര് പറയുന്നുണ്ട്, സമ്മതിച്ചു. എന്താങ്കിളാണ്? കോ ഇന്റീരിയർ ആംഗിൾ. എന്റെ മക്കൾ നോക്കിയേ, ഇങ്ങനെ കൂട്ടുമ്പോഴും 180, ഇങ്ങനെ കൂട്ടുമ്പോഴും 180. കോ ഇന്റീരിയർ ആംഗിൾ ആയതുകൊണ്ട് ഇത് രണ്ടും പാരലൽ. ഓക്കെ ആണോ? സമാന്തരം. രണ്ട് ബേസ്ഡ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് അതെന്താണ്? ഐസോസെലസ് ട്രപ്പീസിയം. ബേസ്ഡ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ഉറപ്പിച്ചോ ഇതിനെതിരെയുള്ള ഈ സൈഡും ഇതിനെതിരെയുള്ള ഈ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡീലാണോ? എല്ലാവർക്കും ഓക്കെ ആണോ? ഞാൻ വെറുതെ പറഞ്ഞിട്ടെന്നുള്ളൂ, സമയം ഇല്ല, നിങ്ങൾക്ക് എക്സാമിനുള്ള ടൈം ആയിട്ടുണ്ട്. ഇന്ന് ഞാൻ ക്വസ്റ്റ്യൻ കേൾക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. ഓക്കെ, ഞാനൊരു കാര്യം പറയാം, നാളത്തേക്ക് ഞാൻ ഈ പ്രോബ്ലം ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തന്നോളാം. ഓക്കെ, ഇത് എഴുതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഒന്നും കൂടി നാളെ റിപ്പീറ്റ് ചെയ്യാം, പേടിക്കൊന്നും വേണ്ട. ഇന്ന് വരയ്ക്കേണ്ട പ്രോബ്ലം